വീണ്ടും വരുന്നവരായ കർത്താവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഈ വെബിനാറിലേക്ക് ഇവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വെളിപ്പാട് പുസ്തകത്തിലെ 7 മുദ്രകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരിക്കൽ കൂടി പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പ്രിൻസ് തെക്കേടത്ത് പറമ്പിൽ. എന്നോടൊപ്പം ചേരുന്നു തോമസ് കളപ്പുരയിൽ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും നമ്മോടൊപ്പം ചേരുന്നു ബ്രദർ ജിജി ചെറിയാൻ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ പതിപോലെ നമ്മോടൊപ്പം വീണ്ടും ചേരുന്നു ബ്രദർ റെജിമോൻ മാത്യു, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ചയിലേക്ക് കടക്കാം. പ്രാർത്ഥനയെ നമ്മൾ ജിജി ചെറിയാൻ നയിക്കുന്നതാണ്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലവനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് അങ്ങയുടെ വചനവുമായിട്ട് വരുവാനായിട്ട് തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ചും ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവേ, ലോകം കലുഷിതമായ കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് കർത്താവേ. എങ്കിലും കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകം കർത്താവേ, അത് തന്നെയാണ് ഞങ്ങൾ പഠിക്കുന്നത് കർത്താവേ. അങ്ങയുടെ വരവ് ഞങ്ങൾ അങ്ങയുടെ ആ ഓരോ വചനങ്ങളും പഠിക്കുമ്പോൾ കർത്താവേ, അത് വാതിൽക്കലായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ. ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സമയത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിലേക്ക് ഞങ്ങൾക്ക് തിരിയുവാനായിട്ട്, അതിലെ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണം. ഇത് കാണുന്ന ഓരോ വ്യക്തികളും, ഇത് കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെയും കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം മനസ്സിലാക്കുവാനായിട്ട് കർത്താവെ, അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് കർത്താവിന്റെ വരവെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുങ്ങി അങ്ങയുടെ വരവെങ്കിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് ഇത് കാണുന്ന ഓരോ വ്യക്തികളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ അതിലെ 7 മുദ്രകളെ കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് 6-ാമത്തെ അധ്യായത്തിലെ 7 മുദ്രകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ 7 മുദ്രകൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ പുസ്തകം തുറപ്പാനും അതിലെ മുദ്രകൾ പൊട്ടിപ്പാനും ആർക്കും, അല്ലെങ്കിൽ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഭൂമിക്ക് കീഴിലുള്ളതോ സ്വർഗത്തിലുള്ള ആർക്കും സാധിക്കുന്നില്ല എന്നവിടെ വിവരിച്ചിരിക്കുന്നു. എന്നാൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മുദ്രകൾ പൊട്ടിപ്പാനോ അല്ലെങ്കിൽ തുറക്കുവാനും സാധിക്കുന്നുള്ളൂ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പെന്തക്കോസ്ത് ദിനത്തില് നമുക്കറിയാവുന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി സഭ വളരെ ശക്തിയായിട്ട് സുവിശേഷം ലോകത്തെ എമ്പാടും പടരുവാനായിട്ട് അല്ലെങ്കിൽ അവരെ പ്രചരിപ്പിക്കുവാനായിട്ട് തുടങ്ങി എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ മുദ്രകൾ തുറക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നതിനെയും അതിനെ നിരസിക്കുന്നവരുടെ അനന്തര ഫലത്തെയും സൂചിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ തുടർന്നുള്ള പഠനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവസാനത്തെ മുദ്രയായിട്ടുള്ള 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് കാണും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 7 മുദ്രകളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഏത് മുദ്രയുടെ കാലത്താണെന്ന് നമുക്ക് പരിശോധിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണിത്. നമുക്ക് തുടർന്ന് പഠിക്കാം. 1-ാമത്തെ മുദ്രയെ കുറിച്ച് നമുക്ക് പ്രാർത്ഥനയോടുകൂടി പഠിക്കാം. നമ്മൾ ഇന്ന് തിരുവചനത്തിൽ നിന്നും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും 7 മുദ്രകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 7 സഭകളെ കുറിച്ച് പഠിച്ചു. ആ സഭകൾ 7 കാലഘട്ടം കവർ ചെയ്യുന്ന ഒരു പീരിയഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓരോ സഭകളും ഓരോ കാലഘട്ടമാണ്. അതായത് കർത്താവിന്റെ സഭ സ്ഥാപിച്ചത് മുതൽ കർത്താവിന്റെ വരവ് വരെ പല കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ 7 കാലഘട്ടങ്ങളായിട്ട് നമ്മൾ വിഭജിച്ച് ആ സഭയെക്കുറിച്ച് പഠിച്ചതാണ്. അതുപോലെ തന്നെ 7 മുദ്രകളിലും ആ കാലഘട്ടങ്ങൾ കയറി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 7 സഭകളും 7 മുദ്രകളും നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ 1-ാമത്തെ മുദ്ര എവിടെയാണ് വായിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങളിലാണ് 1-ാമത്തെ മുദ്രയെ കുറിച്ച് വായിക്കുന്നത്. ഒരു വെള്ളക്കുതിരയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ആ മുദ്ര എന്ന് പറയുന്നത് ഒരു വെള്ളക്കുതിരയാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പോൾ വെളിപ്പാട് 4-ാം അധ്യായത്തില് 4 സ്വർഗീയ ജീവികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്.
നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സിംഹാസനത്തിന് മുമ്പിൽ പളിങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളതും, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. അപ്പോൾ നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തില് ഭൂരിഭാഗം സ്ഥലത്തും നമ്മൾ സിമ്പിൾസ് ആണ് കാണുന്നത്, അല്ലെ? അവിടെ പ്രതീകാത്മകമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ സിമ്പിൾസിനെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ സിമ്പിൾസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു 4 ജീവികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ നിയമം പരിശോധിച്ചു കഴിഞ്ഞാൽ സമാഗമന കൂടാരത്തിന് ചുറ്റും 4 വശങ്ങളിലായിട്ട് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്, അല്ലെ? സമാഗമന കൂടാരം നടുവില്, അപ്പൊ 4 വശങ്ങളിലായിട്ട് 3 ഗോത്രങ്ങൾ വെച്ച് അവര് 12 ഗോത്രങ്ങള് അവര് അങ്ങനെയായിരുന്നു അവിടെ അതിന്റെ സജ്ജീകരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ വശത്തും 3 ഗോത്രങ്ങൾ അവരുടെ കൂടാരങ്ങളും അത് അപ്പം ഈ 3 കൂടാരങ്ങൾക്കും ഫ്രണ്ടിലായിട്ട് അല്ലെങ്കിൽ മുൻപിലായിട്ട് ഒരു ചിഹ്നമോ അല്ലെങ്കിൽ ഒരു പതാകയോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കിഴക്ക് ഭാഗത്ത് സിംഹത്തിന്റെ പ്രതീകമായിരുന്നു, വടക്ക് ഭാഗത്ത് പറക്കുന്നതായിരുന്നു കഴുകൻ, അതുപോലെ പടിഞ്ഞാറ് ഒരു കാളയുടെ ചിഹ്നം ഉണ്ടായിരുന്നു, ഒപ്പം തെക്ക് വശത്ത് ഒരു മനുഷ്യന്റെ പ്രതീകമായിരുന്നു. അപ്പോൾ ഈ 4 ജീവികൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അത് വളരെ നമ്മൾ അത് ക്ലോസ് ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ പ്രതീകാത്മകമായിരുന്നു ഇതെല്ലാം. അതായത് കർത്താവിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇതെല്ലാം എന്നുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ചും കിഴക്ക് നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ ഒരു സിംഹത്തിനെ കാണുന്നു, അല്ലെ? ആ സിംഹം അല്ലെങ്കിൽ എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ലയൺ ഓഫ് ജൂഡ അല്ലെങ്കിൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. റെപ്രസെന്റിങ് ആരെയാണ്? കർത്താവിനെ തന്നെയാണ് അവിടെ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 5:5 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7-ാം മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ കണ്ട ഒരു വാക്യമാണത്. അപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. യഹൂദാ ഗോത്രത്തിലെ സിംഹമായ കർത്താവായ യേശുക്രിസ്തു ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ പടിഞ്ഞാറ് എന്താണ് നമ്മൾ കണ്ടു? ഒരു ഓക്സ് അല്ലെങ്കിൽ അവിടെ കാളയാണ് കാണുന്നത്, അല്ലെ? അപ്പോൾ കാള എന്തിനാണ്, അല്ലെങ്കിൽ അവിടെ ഏത് ട്രൈബാണ്? അത് ട്രൈബ് ഓഫ് എഫ്രൈം ആണ്. അപ്പം കർത്താവ് യേശുക്രിസ്തുവിനെയാണ് അതിന് കാളയെ സൂചിപ്പിക്കുക. കാരണം എന്താണ്? കർത്താവ് നമ്മുടെ യാഗമായിട്ട്, സമാധാന യാഗമായിട്ട് മാറി എന്നുള്ളത് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യാപുസ്തകം 7-ാം അധ്യായം 88-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സമാധാന യാഗത്തിനായി 4 കാലികളെല്ലാം കൂടി കാള 24. അപ്പോൾ സമാധാന യാഗത്തിനായിട്ട് അവിടെ കാളയെ സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 5-ാം വാക്യത്തിലും അത് തന്നെ നമ്മൾ വായിക്കുന്നു. പിന്നെ അവർ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു, അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെ അർപ്പിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ സമാധാന യാഗമായിട്ട് അതെല്ലാം ആരെയാണ് കാണിക്കുന്നത്? നമുക്കറിയാം പഴയ നിയമത്തിലെ ഈ സിംബൽസ് എല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വെബിനാറുകളിലൊക്കെ പഠിച്ചാണ്. പിന്നീട് സൗത്ത് അല്ലെങ്കിൽ തെക്ക് കാണുന്നത് എന്താണ്? ഒരു വ്യക്തി, ഒരു മാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയാണ് ഒരു പ്രതീകാത്മകമായിട്ട് കാണുന്നത്. അപ്പൊ ട്രൈബ് ഓഫ് റൂബൻ ഗോത്രത്തിലെ പ്രതിനിധീകരിക്കുന്നത് ഒരു മനുഷ്യനെയാണ്. അതെന്താണ്? അതും കർത്താവായ യേശുക്രിസ്തുവിന്റെ മാനുഷികമായിട്ടുള്ള ആ സ്വഭാവത്തെ അല്ലെങ്കിൽ അത് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ ഫിലിപ്പീൻസ് അല്ലെങ്കിൽ ഫിലിപ്പീർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളത് നമ്മൾ കണ്ടു, അല്ലെ? പിന്നീട് നോർത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് ഒരു ഈഗിൾ അല്ലെങ്കിൽ ഒരു കഴുകനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്. അതും കർത്താവിന്റെ ദൈവികത്വത്തെ അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഫിലിപ്പീൻസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന്. അപ്പോൾ അതും കർത്താവിന്റെ ഡിവിനിറ്റിയെ കാണിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 4 ജീവികളും കർത്താവിനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. കർത്താവിന്റെ വിവിധ ഫേസ് ഓഫ് ശുശ്രൂഷകളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന 4 ജീവികളിൽ ഒന്ന്, അതായത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-ലും 7-ലും പരാമർശിച്ചിരിക്കുന്ന ജീവികളിൽ ഒരു ജീവി സിംഹസദൃശ്യമായ മൃഗമാണെന്ന് വേദപണ്ഡിതർ ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ നമുക്കറിയാം ആദിമ സഭ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ കണ്ടതാണ് എഫേസ്യസ് സഭ. അവര് ഒരു സിംഹത്തെ പോലെ നിർഭയം മുന്നോട്ട് പോയ ഒരു സഭയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അവരുടെ റോമൻ സാമ്രാജ്യത്തിന്റെ പെർസിക്യൂഷൻ ഉണ്ടായെങ്കിൽ തന്നെ അവർ അതിനെയൊന്നും വകവയ്ക്കാതെ അത് മുന്നോട്ട് പോയി ആദിമസഭ വളരെയധികമായിട്ട് വളർന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒന്നാം മുദ്ര എഫേസ്യസ് സഭയ്ക്ക് തുല്യമാണ്. വെള്ളക്കുതിര എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അപ്പസ്തോലിക സഭയാണ്. അതിന്മേൽ ഇരിക്കുന്നവൻ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ചില ബിംബങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ അത് കൂടുതലായിട്ട് ക്ലോസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ചില ബിംബങ്ങൾ എന്തൊക്കെയാണ്? വെള്ളക്കുതിരയുണ്ട്, പിന്നെ അതിന്മേൽ ഇരിക്കുന്നവനുണ്ട്, പിന്നെ അതുപോലെ തന്നെ കിരീടമുണ്ട്, വില്ലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഇനി തുടർന്ന് പഠിക്കാം. അപ്പോൾ നമ്മള് ഒന്നാമത്തെ സീലിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സീൽ തുറന്നപ്പോൾ വെള്ളക്കുതിരയെ കണ്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ വെള്ളക്കുതിരയിൽ ഇരിക്കുന്ന ആള് ആരാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് പലതരത്തിലുള്ള പഠിപ്പിക്കലുകളുണ്ട്. ഇത് വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്ന ആൾ ആരാണെന്നുള്ളതിനെ പറ്റി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. എന്നാൽ തിരുവചനം അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ആരാണ് വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ തക്കോണം പോവുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഒരു വാക്യം വായിക്കാം. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 8-9 വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോവയായ ദൈവം കുതിരപ്പുറത്ത് വരുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റ് നിന്നുകൊണ്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ട്. അതായത് പലതരത്തിലുള്ള വ്യാഖ്യാനം നമ്മൾ നേരത്തെ കണ്ടു. ആ വ്യാഖ്യാനങ്ങളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് ഹബക്കൂക്കിന്റെ 3-8-9 പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവമായ യഹോവയാണ് കുതിരപ്പുറത്ത് വരുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. യഹോവ നദികളോട് നീരസപ്പെടുന്നുവോ? നിന്റെ കോപം നദികളുടെ നേരെ വരുന്നുവോ? നീ കുതിരപ്പുറത്തും ജയരഥത്തിലും കയറിയിരിക്കാൻ നിന്റെ ക്രോധം സമുദ്രത്തിന് നേരെ ഉള്ളതോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നു. അതുപോലെ നമ്മൾ കണ്ടു, ഈ കുതിരപ്പുറത്തേക്കുന്ന വ്യക്തിയുടെ തലയിൽ കിരീടവും കയ്യിൽ വില്ലും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9-ാമത്തെ വാക്യം കൂടി ശ്രദ്ധിച്ചു നോക്കിയേ. നിന്റെ വില്ലും മുറ്റും അനാവൃതമായിരിക്കുന്നു, വചനത്തിന്റെ ദണ്ഡനങ്ങൾ ആണകളോട് കൂടിയിരിക്കുന്നു. അപ്പോൾ കുതിരപ്പുറത്ത് വില്ലുമായിട്ട് വരുന്നത് അത് കർത്താവിനെയാണ് അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തെയാണ് അവിടെ കാണിക്കുന്നതെന്ന് ഹബക്കൂക്കിന്റെ പ്രവചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ഇവിടെ പല ആളുകളും പലതരത്തിലുള്ള വ്യാഖ്യാനം കൊണ്ട് വെക്കുന്നുണ്ട്. ആ മുദ്ര പൊട്ടിച്ചപ്പോൾ വന്ന കുതിര എതിർക്രിസ്തുവാണ് എന്നൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി മറ്റൊരു വാക്യം കൂടെ നമുക്ക് പരിശോധിക്കാം. അതായത് വെളിപ്പാട് പ്രവചനം 19-ാം അധ്യായം 11-12 വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കർത്താവിനെ അവിടെ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നതായിട്ടും അവന്റെ തലയിൽ കിരീടമുള്ളതായിട്ടും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തനയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവിടെ എഴുതിയിരിക്കുന്നു. എന്നാൽ ഈ ഒരു വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഹബക്കൂക്കിന്റെ പ്രവചനം കണ്ടു, അതുപോലെ വെളിപ്പാട് പ്രവചനം കണ്ടു. ഈ 2 വാക്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാം. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഇറങ്ങി വന്ന അല്ലെങ്കിൽ കണ്ട് ആ ഒരു വെള്ളക്കുതിര എന്ന് പറയുന്നത് അത് കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തി ദൈവമാണെന്നും അല്ലെങ്കിൽ കർത്താവാണെന്നും ഈ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ചില ആളുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിസം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രവചനം പഠിക്കുന്ന ആളുകളും അതുപോലെ ഡിസ്പെൻസേഷൻ വിശ്വസിക്കുന്ന ആളുകളൊക്കെയും പഠിപ്പിക്കുന്നത് ഈ കുതിരപ്പുറത്ത് വരുന്ന എതിർക്രിസ്തുവാണെന്നാണ് പറയുന്നത്. നോക്കുക, വെളിപ്പാട് പ്രവചനം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കിയേ. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. ഈ ഒരു പ്രയോഗം എതിർക്രിസ്തുവിനെ യോജിക്കുമോ? അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗം വേറെ ആർക്കെങ്കിലും യോജിക്കുമോ? നമുക്കറിയാം, പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ പാസ്റ്റർ ഈ റീസെന്റ് ആയിട്ട് ഇതിനെപ്പറ്റി പഠനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പഠനങ്ങളെ വളരെ ശ്രദ്ധ വെച്ച് കേട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഈ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ വെള്ളക്കാരുടെ അല്ലെങ്കിൽ യൂറോപ്യൻസിന്റെ കടന്നുകയറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് യോജിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അവരൊരിക്കലും വിശ്വസനും സത്യവാനും എന്ന് പറയുന്ന പ്രയോഗത്തിന് അവർ യോഗ്യരല്ല. കാരണം അവർ പോയിടത്തൊക്കെയും അവിടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. അവർ ചെന്നിടത്തൊക്കെയും കോൺകർ ചെയ്യുകയായിരുന്നു. അവർ ആൾക്കാരെ കൊന്നെടുക്കുകയായിരുന്നു, ആൾക്കാരെ അടിമകളാക്കി പിടിച്ചു വെക്കുകയായിരുന്നു. അപ്പോൾ വിശ്വസനും സത്യവാനും എന്ന് പറയുന്ന പ്രയോഗം അവർക്കൊരിക്കലും ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എതിർക്രിസ്തുവിനും അത് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ പറയുകയാണ്, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ഈ വ്യാഖ്യാനങ്ങളൊക്കെയും അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെയും വിരൽ ചൂണ്ടുന്നത് ഈ 1-ാമത്തെ കുതിരപ്പുറത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് എന്ന് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ വെള്ള എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പ്രതീകമാണെന്നും തിരുവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം. സങ്കീർത്തനം 51-7 45-3-5 വരെ വായിക്കുമ്പോഴും, അതുപോലെ യെശയ്യാ പ്രവചനം 1-ാം അധ്യായം
18-ാം വാക്യം വായിക്കുമ്പോഴും ദാനിയേൽ 7:9 വായിക്കുമ്പോഴും ഈ വചനങ്ങളൊക്കെയും പഠിക്കുമ്പോൾ വെള്ള എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പ്രതീകത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴും തിരുവചനവുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോഴും ഈ വെള്ളക്കുതിരയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ അപ്പോസ്തോലികരുടെ സഭയുടെ കാലഘട്ടമാണെന്ന് വളരെ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തിരിച്ചറിവ് മറ്റ് തെറ്റായ പഠിപ്പിക്കലിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ആള് ഒരു കിരീടമുള്ളതായിട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ആൾ തലയിൽ ഒരു കിരീടമുണ്ട്. ഇവിടെ കിരീടത്തിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് സ്റ്റെഫാനോസ് എന്നാണ്. അത് നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ പുരാതന കായിക മത്സരങ്ങളിൽ ജയിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു വിശേഷ പേരാണ് ഇത് എന്ന് പറയുന്നത്. പൗലോസ് അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതുന്നു. 2 തീമോഥെയോസ് 4:7-8 വായിക്കുമ്പോൾ, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇത് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ വിശ്വാസികൾ അവർ കൃത്യമായിട്ടും ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് നല്ലപോർ പൊരുതി അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ വിശ്വാസം കാത്തു പോയതുകൊണ്ട് അവർക്ക് നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ തലയിലും കിരീടമുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യും? അത് അവനെ അവസാനത്തെ നാളിൽ തന്റെ ജനത്തിന് കൊടുക്കും എന്നുള്ളതാണ് ഈ വാക്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇനി കർത്താവ് പറയുന്ന മറ്റൊരു വാക്യം നോക്കാം. വെളിപാട് 2:10 മരണപരം പര്യന്തം വിശ്വസനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പോൾ ഈ കിരീടം ആർക്ക് കൊടുത്തിരിക്കുന്നതാണ്? അത് തന്റെ മരണപര്യന്തം വിശ്വസരായിരിക്കുന്ന തന്റെ വിശ്വാസികൾക്ക് കൊടുത്തിരിക്കുന്നതാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടു, വില്ല് ദൈവത്തിന്റെ ആ വ്യക്തിയുടെ കയ്യിൽ ഒരു വില്ലുണ്ട്, അല്ലെ കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ വില്ലുണ്ടെന്ന് കണ്ടു. എന്താണ് വില്ല്? അത് തിരുവചനത്തെ സൂചിപ്പിക്കുന്നതായിട്ട് ഹബക്കൂക്ക് 3:9 പറയുന്നു, നിന്റെ വില്ലുമുറ്റും അനാവൃതമാക്കിയിരിക്കുന്നു, വചനത്തിന്റെ ദണ്ഡങ്ങൾ ആണകളോട് കൂടിയിരിക്കുന്നു. അപ്പൊ ഈ ലക്ഷണങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അത് മറ്റാർക്കും യോജിക്കുന്നില്ല. അത് കർത്താവിന് മാത്രമാണ്, 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കാണ് യോജിക്കുന്നത്. അവരെന്ത് ചെയ്തു? അവര് ദൈവജനത്തെ കീഴടക്കിയത് എങ്ങനെയാ കീഴടക്കിയത്? അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ ലോകമെമ്പാടും വ്യാപിക്കാൻ കാരണം അവർ വചനം വെച്ച് പോരാടിയത് കൊണ്ടാണ്. അത് കേട്ടവർക്ക് വലിയ മാനസാന്തരം ഉണ്ടായി, അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു, അവർ മാനസാന്തരപ്പെട്ടു എന്ന് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി പെന്തക്കോസ്ത് നാളിൽ അവരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്തു? അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിന്റെ പ്രസംഗം കേട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നുവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാം, ഈ വെള്ളക്കുതിരപ്പുറത്ത് കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോസ്തോലിക സഭയുടെ കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, അവിടെ കാണിച്ച സ്വർഗീയ ജീവി എന്ന് പറയുന്ന സിംഹമാണ്. അവര് ഭയലേശ്യമന്യെ 1-ാം നൂറ്റാണ്ടിലെ സഭ സകലത്തെയും കോൺകർ ചെയ്തു. അവർക്ക് പീഡനം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അവരുടെ മുമ്പിലുള്ള വിശ്വാസ ഓട്ടം അവർ ഭംഗിയോടെ തികച്ചു എന്ന് കണ്ടു. അതുപോലെ തന്നെ സഭയുടെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ അത് എഫെസോസ് സഭയുടെ കാലഘട്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് AD 31 തൊട്ട് AD 100 വരെയുള്ള കാലഘട്ടമാണ് 1-ാമത്തെ മുദ്രയുടെ കാലഘട്ടമെന്ന് നമുക്ക് മനസ്സിലാകാം. ഇനി നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കുമ്പോൾ അടുത്ത മുദ്ര എന്താണ്, അതിന്റെ കാലഘട്ടം എന്താണ് എന്നൊക്കെയും നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി വെളിപ്പാടിന്റെ 6:3-4 വായിച്ചുകൊണ്ട് 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കാണുന്ന ചുവന്ന കുതിര എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഇവിടെ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ വേണ്ട ക്ലൂ ഈ വാക്യങ്ങളിൽ തന്നെ ഉണ്ട് എന്നും അവിടെ കാണാൻ സാധിക്കും. അതായത് കൊല്ലുവാനുള്ള അധികാരം, വാള്, സമാധാനമില്ലായ്മ എന്നീ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുതിരയുടെ നിറവും ചുവപ്പാണ്. ഇവിടെ ചുവന്ന കുതിരയുടെ ചുവപ്പിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ഫറോസ് എന്നാണ്. അതിന്റെ അർത്ഥം തീ നിറമെന്നാണ്. അത് വെളിപ്പാട് പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന തീ നിറമുള്ള മഹാസർപ്പത്തിന് തുല്യമാണ്. ചുവന്ന രക്തച്ചൊരിച്ചിലിനെ അത് സൂചിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടം രക്തരൂക്ഷിതമായ ഒരു പീഡന കാലത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 2-ാമത്തെ മുദ്രയുടെ കാലഘട്ടം 2-ാമത്തെ സഭയായ സ്മിർണ സഭയുടെ കാലഘട്ടവും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് AD 100 മുതൽ
AD 323 വരെയുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് റോമ സാമ്രാജ്യത്തിൽ നിന്ന് നേരിട്ട പീഡനത്തെയും അത് സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഇനി സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് തുറന്ന് പഠിക്കാം. രണ്ടാം മുദ്രയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഇവിടെ സമാധാനം എടുത്തു കളയേണ്ടതിന് അതിന് അധികാരം ലഭിച്ചു എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്കത് പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. ക്രിസ്തു ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമക്കളെ അമ്മായി അമ്മയോടും ഭേദിപ്പാനത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവർ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സുവിശേഷം സമാധാനത്തിന്റെ ദൂതാണ്. എന്നിരുന്നാലും സുവിശേഷം പാപത്തെയും പാപജീവിതത്തിനെയും തുറന്നു കാണിക്കുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് അനേകം പേർ സുവിശേഷത്തെ വെറുക്കുന്നത്. സുവിശേഷത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സാത്താനാണ്. അതുകൊണ്ട് തന്നെയാണ് സാത്താൻ സുവിശേഷം സ്വീകരിക്കുന്നവരെയും അതുപോലെ സുവിശേഷം പകരുന്നവരെയും ഒരുപോലെ ഉപദ്രവിക്കുന്നത് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. പൗലോസ് ഇങ്ങനെ എഴുതി 2 തിമോഥെയോസ് 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തില്, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പൊ ഇന്ന് പലപ്പോഴും പലരും സംസാരിക്കുന്ന അല്ലെങ്കിൽ പകരുന്ന തിരുവചനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുയേശുവിൽ നമ്മൾ വളരെ തീഷ്ണതയോടുകൂടി ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപദ്രവം ഉണ്ടാവും. ആദിമസഭയ്ക്കും ഇത് തന്നെയാണ് ഉണ്ടായതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് അഴിച്ചുവിട്ട പീഡനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വെബിനാറിലും കണ്ടതാണ്. അവിടെ അനേകം പേരെ റോമൻ സാമ്രാജ്യം കൊന്നൊടുക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ കണ്ടു, കുസ്തന്തിയോസ് ചക്രവർത്തി അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചതിന് ശേഷം 313 AD എഡിക്റ്റ് ഓഫ് മിലാൻ എന്ന കരാറിലൂടെ ഈ ഒരു പീഡനങ്ങൾക്ക് ഒരു പരിധിവരെ അറുതി വരുത്തി. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു സാമ്രാജ്യമായിരുന്നു പ്രാചീന റോമൻ സാമ്രാജ്യം. 476 AD പ്രാചീന റോമൻ സാമ്രാജ്യം വീണു. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഇതിലും വലിയൊരു വിപത്ത് കാത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് ആ ഒരു സമ്മറി കണ്ടിട്ട് നമുക്ക് 3-ാം മുദ്രയിലേക്ക് പോകാം. നമ്മൾ 2-ാം മുദ്രയെക്കുറിച്ച് പഠിച്ചു. അത് ചുവന്ന കുതിരയെ സൂചിപ്പിക്കുന്നു. അത് പീഡിപ്പിക്കപ്പെട്ട സഭയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇത് വിശദീകരിക്കുന്ന സ്വർഗീയ ജീവി കാളയാണ്. കാള നമ്മൾ കണ്ടു, അതൊരു സാക്രിഫൈസിനെ അല്ലെങ്കിൽ യാഗത്തെ സൂചിപ്പിക്കുന്നു. അനേകം പേരുടെ ജീവൻ എടുത്ത ഒരു സമയമായിരുന്നു ഇത് നമ്മൾ കണ്ടു. ഇത് സ്മിർന സഭയുടെ കാലഘട്ടമാണ് നമ്മൾ കണ്ടു. ഇത് 100 AD മുതൽ 323 AD വരെയാണ് ഇത് പരാമർശിക്കുന്ന ഭാഗം. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങളാണ്. നമുക്കിനി അടുത്ത മുദ്രയിലേക്ക് കിടക്കാം. 3-ാം മുദ്രയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ 2-ാം മുദ്രയെ കുറിച്ചാണ് ഇപ്പോൾ കണ്ടത്. പ്രത്യേകിച്ച് 2-ാം മുദ്രയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളെ ഏറ്റവും അധികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ഒരു അല്ലെങ്കിൽ പീഡനം ഏൽക്കേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ്. നമ്മളത് കഴിഞ്ഞ വെബിനാറിൽ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. സ്മിർന സഭയുടെ കാലഘട്ടമായിരുന്നു അത്. 313 AD വരെയുള്ള അല്ലെങ്കിൽ 313 ആ കാലഘട്ടം വരെയുള്ള സമയം ആയിരുന്നു, അല്ലെങ്കിൽ അത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ പ്രത്യേകിച്ചും നമ്മൾ കണ്ടതാണ്, പിശാച് സഭയെ തകർക്കുവാനായിട്ട് അവൻ വെളിയിൽ നിന്നും അധികമായിട്ട് പ്രോസിക്യൂഷൻ അഴിച്ചുവിട്ടപ്പോഴും അത് അവന് സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അടുത്ത ഒരു ട്രാൻസിഷൻ അവിടെ വരുന്നത്. അതാണ് 3-ാം മുദ്രയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിലാണ്. നമുക്ക് വായിക്കാം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്നും ഒരു ശബ്ദം ഞാൻ കേട്ടു.
അപ്പോൾ മൂന്നാം മുദ്ര ഇവിടെ ഒരു കറുത്ത കുതിരയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ മൂന്നാം മുദ്രയെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യന് സമാനമായിട്ടുള്ള ഒരു സ്വർഗീയ ജീവിയാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ മുദ്രയും പരിചയപ്പെടുത്തുന്നത് ഓരോ സ്വർഗീയ ജീവിയാണ്. നമുക്ക് 4 സ്വർഗീയ ജീവികളെ കുറിച്ച് കണ്ടു. അപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ മുദ്രയെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യൻ എന്നുള്ള സ്വർഗീയ ജീവിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തില്, അല്ലെങ്കിൽ ഈ ഒരു മൂന്നാം മുദ്രയുടെ കാലഘട്ടത്തില് അധമ്മമൂർത്തിയായ ഒരു മനുഷ്യന്റെ ഉദയവും തുടർന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെബിനാറിൽ ഇത് വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. അധമമൂർത്തി ഉയർന്നു വരുന്ന ഒരു സമയമാണ് ഈ ഒരു മൂന്നാം മുദ്രയുടെ കാലഘട്ടം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം വളരെ വ്യക്തമായിട്ടും ഈ ഒരു സഭയുടെ കാലഘട്ടമാണ് ഒരു ആത്മീയ അന്ധകാരത്തിന്റെ സമയമായിരുന്നു. പൗലോസ് ഇങ്ങനെ എഴുതി എഫേസ്യർ 6:12, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 6:14 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ വിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനും ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസിന്റെ സമയമായിരുന്നു, അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിന്റെ സമയമായിരുന്നു ഈ ഒരു മൂന്നാം മുദ്രയുടെ ഒരു കാലഘട്ടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തിരുവചനത്തിന് എതിരായിട്ട് പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ തിരുവചനത്തിനെ കളയുന്ന ഒരു സമയമായിരുന്നു ഇതെന്നുള്ളത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവചനത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നവരിൽ വെളിച്ചമില്ല എന്നുള്ളത് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. യെശയ്യാവിന്റെ 8:20 നമ്മളിങ്ങനെ വായിക്കുന്നു, ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ, അവർ ഈ വാക്കുപോലെ പറയുന്നില്ലെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ കറുത്ത കുതിര പെർഗമോസ് സഭയ്ക്ക് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ പെർഗമോസ് സഭ, അതായത് മൂന്നാമത്തെ സഭ, 7 സഭകളില് മൂന്നാമത്തെ സഭയാണ് പെർഗമോസ് സഭ, അല്ലെ? ഈ ഒരു സഭ എന്ന് പറഞ്ഞത് ഒരു അനുരഞ്ജന സഭയാണ് എന്നുള്ളത് നമ്മൾ മുമ്പിലത്തെ വെബിനാറിൽ കണ്ടതാണ്. നമുക്കറിയാം പിശാചിന്റെ തന്ത്രങ്ങൾ, അവൻ പതിയെ വെളിയിൽ നിന്നും സഭയെ തകർക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ അവൻ സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നതായിട്ട് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും കോൺസ്റ്റന്റീൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറിയപ്പോൾ അന്ന് റോമിലെ ഒരു ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് ക്രിസ്തുമതത്തെ മാറ്റുകയും അന്ന് അവരുടെ പേഗൺ ആയിട്ടുള്ള സകല കൾച്ചറുകളെയും ഈ ഒരു സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഒരു അനുരഞ്ജനം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ അനുരഞ്ജനം വന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പം സാത്താന്റെ ഒരു സിംഹാസനം ഇവിടെയാണെന്ന് പെർഗമോസ് സഭയ്ക്കുള്ള ദൂതിൽ പരാമർശിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രാചീന റോം പാപ്പാത്ത റോമിന് വഴിമാറിക്കൊടുത്ത ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് തടുക്കുന്നവൻ മാറപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. തടുക്കുന്നവൻ ആരായിരുന്നു? തടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിൽ, അല്ലെങ്കിൽ റോമൻ അധികാരികളായിട്ടുള്ള കൈസറുകളായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ ആ സമയത്ത് പതിയെ റോമൻസ്, അല്ലെങ്കിൽ പ്രാചീന റോം വളരെ ക്ഷയിച്ചു വന്നപ്പോഴാണ് പാപ്പാത്ത റോം അവിടെ അധികാരം ഏറ്റെടുക്കുന്നതായിട്ടും അവര് പതിയെ യൂറോപ്പിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ചർച്ചും സ്റ്റേറ്റും കൂടെ പതിയെ ഒരുമിച്ച് വരുന്ന ഒരു തുടക്ക ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ പെർഗമ, അതായത് കറുത്ത കുതിരയുടെ കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പെർഗമ സഭയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വളരെയധികം വിശ്വാസത്യാഗം ഉണ്ടായി. സഭ ഒരു ഇരുട്ടിലേക്ക്, അല്ലെങ്കിൽ കറുത്ത കുതിര കാണുന്ന പോലെ തന്നെ ഇരുട്ടിലേക്ക്, അല്ലെങ്കിൽ അന്ധകാരത്തിലേക്ക്, ആത്മീയ അന്ധകാരത്തിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത്. കാരണം 1-ാം നൂറ്റാണ്ടിന്റെ സമയത്ത് തന്നെ, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾക്കും അതുപോലെ തന്നെ അപ്പോസ്തലന്മാർക്കും അറിയാമായിരുന്നു സഭ താമസിയാതെ ഒരു വിശ്വാസത്യാഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരുമെന്നുള്ള കാര്യം പൗലോസ് വാൺ ചെയ്യുന്നുണ്ട്. നമുക്ക് വായിക്കാം 2 തെസ്സലോനിക്ക അതിന്റെ 2-ാം അധ്യായം 7-ാം വാക്യം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ പൗലോസ് ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവിടെയുള്ള വിശ്വാസികൾക്ക് മനസ്സിലായിരുന്നു അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും കർത്താവിന്റെ 2-ാം വരവിന് മുമ്പായിട്ട്. അങ്ങനെ സഭയെ ഒരു ഇരുട്ടിലേക്ക്, ഒരു കറുത്ത കുതിര കാണിക്കുന്ന ഇരുട്ടിലേക്ക്, ആ ഒരു വിശ്വാസത്യാഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് അവർക്ക് മനസ്സിലായിരുന്നു. അത് പറയാണ്, തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോവുക മാത്രം വേണം. കാരണം അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ അവന് രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ഒരു അധികാരം ലഭിച്ചെങ്കിൽ മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ പേഗൽ റോമാണ്. അവരായിരുന്നു രാഷ്ട്രീയവും മതവും ചേർത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ സഭയിലേക്ക് ഇത് അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു സാഹചര്യം ഉണ്ടായി വരണം. അതിന് എന്ത് സംഭവിക്കണം? ഈ പേഗൻ റോം വീണുപോയിട്ട് അടുത്ത ശക്തി വരണമെന്ന് പൗലോസ് മനസ്സിലാക്കുന്നതാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു, കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കുസ്തന്തീനോസ് ക്രൈസ്തവ മതം സ്വീകരിച്ചതോടെ
അന്നത്തെ സീസറാണ്, അന്നത്തെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം ഭരിക്കുന്ന ഏക ഭരണാധികാരി എന്ന് പറയുന്നത് കുസ്തന്തീനോസ് ആണ്. അപ്പൊ കുസ്തന്തീനോസ് ക്രൈസ്തവ മതം സ്വീകരിച്ചതോടുകൂടി സഭയിലേക്ക് എല്ലാ ദുരാചാരങ്ങളും കടന്നു വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ബിഷപ്പിനെ ക്രൈസ്തവ സഭയുടെ നേതാവായിട്ട് അംഗീകരിക്കുക മാത്രമല്ല, യൂറോപ്പിന്റെ മൊത്തം രാഷ്ട്രീയ അധികാരിയായിട്ട് അവിടെ അവരോധിക്കുന്നതായിട്ടും ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഒരു വലിയ വിശ്വാസത്യാഗമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അവർക്ക് എല്ലാ തരത്തിലുള്ള അധികാരവും ലഭിക്കുകയാണ്. മതത്തിന്റെ അധികാരം ലഭിച്ചു, അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ അധികാരം ലഭിക്കുകയാണ്. ആരുടെ കാലത്താണ്? ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലത്തില് യൂറോപ്പിന്റെ രാഷ്ട്രീയ അധികാരിയായി അന്നത്തെ ക്രൈസ്തവ സഭയെ നിയന്ത്രിച്ചിരുന്ന പോപ്പിനെ അവിടെ അവരോധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതൊരു വലിയ വിശ്വാസത്യാഗത്തിലേക്ക് പോയി. കാരണം എന്താണ്? അവർക്ക് അന്ന് വരെ കിട്ടിയിട്ടില്ലാത്തൊരു വലിയ അധികാരം, രാഷ്ട്രത്തിന്റെ അധികാരം അവർക്ക് ലഭിക്കുകയാണ്. എവിടെയൊക്കെ കിട്ടി? യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലും രാഷ്ട്രീയ അധികാരമാണ് ലഭിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ മേൽ ഭരണാധികാരികളെ വാഴിക്കുവാനും അവരുടെ നിയമങ്ങൾ നിർമ്മാണങ്ങളിലും എല്ലാം തന്നെ ഇവർ ഇടപെടുന്നതായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തിരുവചനത്തെ അവർ കൂട്ടിക്കളയുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പഠിച്ച പോലെ ഈ പെർഗമോസ് സഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട്, നീ ബെലയാമിന്റെ ഉപദേശത്തിൽ വീണുപോയിരിക്കുന്നു എന്നൊരു വാണിംഗ് കൊടുക്കുകയാണ്. എന്താണ് ബെലയാമിന്റെ ഉപദേശം? നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ കണ്ടതാണ്. അവൻ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട് ബാലാക്ക് കൊണ്ടുവന്ന ഒരു പ്രവാചകനാണ് ബെലയാം. അപ്പൊ ബെലയാമിനെ ദൈവത്തിന്റെ ദൂതം വന്ന് തടയുന്നു, ഇസ്രായേൽ ജനത്തെ നീ എന്ത് പാടില്ല, ശപിക്കുവാൻ തക്കവണ്ണം പാടില്ല. അപ്പൊ അതുകൊണ്ട് അവന് അങ്ങനെ സംഭവിച്ചില്ല. കാരണം അവർ പറയാണ്, ഇത് എന്റെ ജനമാണ്, ഇസ്രായേൽ ജനം എന്റെ ജനമാണ്, അവരെ ശപിക്കുവാൻ പാടില്ല എന്ന് ബിലയാമിനെ ദൈവദൂതൻ തടയുന്നതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു. എന്നാൽ ഭാവിയിൽ ബിലയാം ഒരു വിശ്വാസത്യാഗത്തിലേക്ക് പോവുകയും ആ സമയത്ത് ബാലക്ക് ബിലയാമിന്റെ അടുത്ത് വീണ്ടും ചെല്ലുകയാണ്, നീ വന്ന് ഈ ജനത്തെ വീണ്ടും തെറ്റിക്കണം. അപ്പൊ അതിന് ബാലക്കിന് ബിലയാം ഒരു ഉപദേശം കൊടുക്കുകയാണ്, നീ ഈ ജനത്തെ തെറ്റിക്കാൻ നിനക്ക് ഒരിക്കലും കഴിയത്തില്ല. ആസ് ലോങ് ആസ് അവര് യഹോവയുമായൊരു നല്ല ബന്ധം പുലർത്തുന്നത്തോളം കാലം ഈ ജനത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരുടെ ഇടയിൽ വിഗ്രഹാരാധന അടക്കമുള്ള പരസംഗം അടക്കമുള്ള തെറ്റുകളിലേക്ക് ഈ ജനത്തെ നയിക്കണം. അതിനുവേണ്ടിയുള്ള ഉപദേശം കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഇതേ രീതി തന്നെയാണ് ഇവിടെ പെർഗമോസ് സഭയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കറുത്ത കുതിരയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. പാപ്പോത്തം ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മറ്റ് പല ജാതികളിൽ നിന്നുള്ള ആരാധനകളും രീതികളും എല്ലാം തന്നെ കടമെടുത്ത് ക്രൈസ്തവ സഭയെ കൊണ്ടുവന്ന് ക്രൈസ്തവ സഭയുടെ യഥാർത്ഥ മൂല്യത്തിൽ നിന്നും വീഴുവാനായിട്ട് ആ കാലഘട്ടത്തിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കറുത്ത കുതിരയുടെ കാലഘട്ടം ഒരു വലിയ ആത്മീയ അന്ധതയുടെ കാലഘട്ടമായിട്ട് അധപ്പതിക്കുന്നതായിട്ടും നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴും തിരുവചനം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ അവിടെ പറയുന്ന ഒരു പ്രവചനത്തിൽ മറ്റൊരു കാര്യമുണ്ട്, ഒരു പണത്തിന് ഒരു ഡങ്ങഴി കോതമ്പ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ക്ഷാമത്തിന്റെ അവസ്ഥയിലേക്ക് ഈ സമയം പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ കഷ്ടിച്ചുള്ള കൂലിയാണ്. അത് വെച്ചുകൊണ്ട് ആ ഒരു വ്യക്തി കഷ്ടി ജീവിക്കുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആഹാരം എന്ന് പറയുന്നത് ആത്മീയ ആഹാരമാണ്. അതായത് ദൈവവചനത്തിന്റെ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി ഒരു വചനം നമുക്ക് നോക്കാം. ആമോസിന്റെ പ്രവചനത്തില് പ്രകാരം പറയുന്നുണ്ട്. ആമോസ് 8:11 പറയുന്നു, അപ്പത്തിനായുള്ള വിശപ്പുമല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങൾ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവ കർത്താവിന്റെ അരുളപ്പാട്. അപ്പോൾ ഒരു വലിയ ദൈവവചനത്തിന്റെ ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവാചകന്മാർ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അത് ഈ ഒരു കാലഘട്ടം തന്നെയാണ്, ഈ കറുത്ത കുതിരയുടെ കാലഘട്ടം തന്നെയാണ്. കാരണം ഈ കാലഘട്ടത്തിലാണ് പാപ്പോത്വം ക്രൈസ്തവ സഭയുടെ അധികാരത്തിലേക്ക് വന്നത്. ക്രൈസ്തവ സഭയുടെ മാത്രമല്ല സകല യൂറോപ്പിന്റെയും രാജ്യങ്ങളുടെയും അധികാരത്തിലേക്ക് പാപ്പോത്വം വരുന്നെന്ന് മനസ്സിലാക്കുന്നു. ഈ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ സഭയുടെ അധികാരവും പൊളിറ്റിക്കൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദൈവജനത്തിൽ നിന്നും തിരുവചനങ്ങളെ മുഴുവൻ മാറ്റുവാനിടയായി. ആ കാലഘട്ടങ്ങളിൽ ബൈബിളിന്റെ ഏതെങ്കിലും കോപ്പി കൈവശം വെക്കുന്നത് വലിയ ശിക്ഷയായിട്ട് അവർ കൊടുത്തു. അതിന്റെ ഫലമായിട്ട് സഭകളിൽ നിന്നും വ്യക്തികളുടെ കയ്യിൽ നിന്നും സെമിനാരികളിൽ നിന്നും എല്ലാം തന്നെ തിരുവചനം പൂർണ്ണമായിട്ട് നീക്കി പിന്നീട് പാരമ്പര്യത്തെ മാത്രം പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് സഭ അധപ്പതിച്ചതായിട്ട് മനസ്സിലാകുന്നു. അതിന്റെ ഫലമായിട്ട് അനേകം ആളുകളെ കൊന്നൊടുക്കി. ജോൺ ഹസ്സിനെ പോലെ ആളുകൾ ആ സമയത്താണ് രക്തസാക്ഷികളായിത്തീർന്നത്. ജോൺ ഹസ് അങ്ങനെ ധാരാളം ആ സമയത്തുണ്ടായിരുന്നതായ ഭക്തന്മാരെ അവിടെ കൊന്നൊടുക്കി. അതുപോലെ വാൾഡൻസുകൾ എന്ന് പറയുന്നതായ മറ്റൊരു ഗ്രൂപ്പിനെ, പാപ്പാത്വത്തിന് കീഴടങ്ങാത്ത ഒരു ജനസമൂഹമായിരുന്നു വാൾഡൻസുകൾ. അവരെ പൂർണ്ണമായിട്ടും അവിടെ നശിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അനേകരെ അവിടെ നശിപ്പിക്കുന്നു. കാരണം ആരൊക്കെ പാപ്പാത്വത്തിനെതിരായിട്ട് നിന്നു അവരെ എല്ലാം തന്നെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി ഇതേ പ്രവചനത്തിൽ പ്രത്യേകിച്ച് കറുത്ത കുതിരയുടെ കാലഘട്ടത്തിൽ എണ്ണയ്ക്കും വീഞ്ഞിനും വലിയ ക്ഷാമം ഉണ്ടായി എന്നും പ്രവചനം പറയുന്നുണ്ട്. ഇനി നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ എന്താണ് ഈ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥമെന്ന് മനസ്സിലാകുന്നതാണ്. ഇനി മൂന്നാമത്തെ മുദ്രയിൽ പറഞ്ഞിരിക്കുന്ന എണ്ണയ്ക്കും വീഞ്ഞിനും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വീഞ്ഞ് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രതീകമാണ് എന്ന്
മത്തായിയുടെ സുവിശേഷത്തിലെ 26-ാം അധ്യായം 28-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ എണ്ണ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. നാം വീണ്ടെടുക്കപ്പെട്ട അതിന് ശേഷം ഒരു വേർപാടിന്റെ ജീവിതം നയിക്കുവാൻ നമ്മെ അനുദിനം നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനാലാണ് 10 കന്യകമാരുടെ ഉപമയില് ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ എണ്ണ ആവശ്യത്തിന് കരുതാത്തത്. പെർഗമോസ് സഭയുടെ കാലഘട്ടത്തില് എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇത്ര പ്രതികൂല സമയത്തും ഇവ രണ്ടിനെയും ഭൂമിയിലെ ദൈവം നിലനിർത്തും എന്നാണ്. അതായത് ദൈവം എപ്പോഴും തൻ്റെ ജനത്തെ പോറ്റി പരിപാലിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാലത്തും ദൈവത്തിന് ഒരു ശേഷിപ്പ് സഭയും ഉണ്ടായിരുന്നു. എണ്ണയും വീഞ്ഞും സംരക്ഷിക്കുവാന് നാം വേർപാടുള്ളവരായിരിക്കണം. 2 കൊരിന്ത്യരുടെ 6:16-17 വായിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ ഇങ്ങനെ കാണാം. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളിച്ചിരിക്കുന്നു അല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവിടെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വേർപാടിനുള്ള ഒരു ജീവിതം നയിക്കുവാന് നമ്മളെ ക്രിസ്തു, നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സഹായിക്കട്ടെ. അതിനായി നമുക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത തുറന്നു പഠിക്കാം. അതിന്റെ സമ്മറി നോക്കിയിട്ട് നമുക്ക് അടുത്ത മുദ്രയിലേക്ക് വരാം. നമ്മളിവിടെ കാണുന്നത് കറുത്ത കുതിരയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അത് 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വന്നു. അത് അനുരഞ്ജന സഭയാണ് നമ്മൾ കണ്ടു. ഇവിടെ അതിനെക്കുറിച്ച് വിവരിക്കുന്ന സ്വർഗീയ ജീവി മനുഷ്യനാണ് നമ്മൾ കണ്ടു. സഭ പെർഗമോസ് ആണെന്ന് കണ്ടു. അതിന്റെ കാലഘട്ടം 323 മുതൽ 538 AD വരെയുള്ള കാലഘട്ടമാണെന്ന് കണ്ടു. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിലാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്ത 4-ാമത്തെ മുദ്രയിലേക്ക് വരാം. 4-ാമത്തെ മുദ്ര വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളിലാണ് കാണുന്നത്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാനാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. 4-ാം മുദ്രയെ വിശുദ്ധീകരിക്കുന്നത് 4-ാമത്തെ ജീവിയായിട്ടുള്ള കഴുകനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ കഴുകനെ കുറിച്ച് നമ്മൾ നേരത്തെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആട്രിബ്യൂട്ട്സ് കണ്ടു. അതുപോലെ തന്നെ കഴുകൻ ഇവിടെ മരണമായിട്ട് ബന്ധവുമുണ്ട്. കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 37 ഇങ്ങനെ പറയുന്നു, ശവമുള്ളയെടുത്ത് കഴുക്കൽ കൂടും എന്നവൻ പറഞ്ഞു. അപ്പൊ ഈ മുദ്രയുടെ കാലഘട്ടം നമ്മൾ നേരത്തെ കണ്ടതുപോലെ 538 AD മുതൽ 1798 AD വരെയാണ്. ഈ സമയത്താണ് യൂറോപ്പിൽ പാപ്പാത്ത റോമൻ സാമ്രാജ്യം അടക്കി വാണിരുന്നത് നമ്മൾ കണ്ടു. അപ്പോ സഭയ്ക്ക് വലിയൊരു പീഡനം നടന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പഠിച്ചു. അനേകന്മാരെ സഭ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തതായിട്ട് മുമ്പത്തെ വെബിനാറുകളിൽ സവിസ്തരം പഠിച്ചതാണ്. സഭ ഈ സമയത്ത് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടതിന് കഴുകൻ്റേതുപോലെ അതിന് ചിറക് ലഭിച്ചായിട്ട് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ കണ്ടു. നമുക്കത് ആ വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അതിലെ ഒരു കാലം ഈ കാലം അരക്കാലം പോറ്റി രക്ഷിച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മഞ്ഞ നിറമുള്ള ഒരു കുതിരയാണ് നമ്മൾ കാണുന്നത്. ക്ലോറോസ് എന്ന് പറയുന്ന പദമാണ് അവിടെ ഈ നിറത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലോറോസ് എന്ന് പറയുന്നത് ഒരു മങ്ങിയ നിറമാണ്. അത് മങ്ങിയ പച്ചയോ മഞ്ഞയോ ആയിരിക്കണം എന്ന് നമ്മളിവിടെ കാണുന്നു. ഈ കാലഘട്ടത്തില് നമ്മൾ കാണുമ്പോൾ സഭയെ പീഡിപ്പിച്ച കാലഘട്ടം മാത്രമല്ല,
അന്ന് ഭരിച്ചിരുന്ന റോമൻ കത്തോലിക്ക സഭ ആത്മീയ അന്ധതയെ അല്ലെങ്കിൽ പകർന്ന ഒരു സമയം കൂടി ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ആത്മീയതയ്ക്ക് ഒരു മങ്ങലേറ്റു, സുവിശേഷീകരണത്തിന് ഒരു മങ്ങലേറ്റു. അതുകൊണ്ട് തന്നെയാണ് ഈ കുതിരയ്ക്ക് ഒരു മഞ്ഞ നിറം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അതിനെ കുറിച്ച് തുറന്ന് നമുക്ക് അതിൽ എന്തൊക്കെയാണ് സഭയ്ക്ക് നേരിട്ട പ്രശ്നങ്ങളെന്ന് നമുക്ക് തുടർന്ന് പഠിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4ാമത്തെ മുദ്രയായിട്ടുള്ള മഞ്ഞക്കുതിര, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതൊരു ആത്മീയ അന്ധകാരത്തിന്റെ സമയമായിരുന്നു ഈ ഒരു മഞ്ഞക്കുതിരയുടെ കാലഘട്ടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. 538 AD മുതൽ അതുപോലെ 1798 AD വരെയുള്ള സമയം, പ്രത്യേകിച്ചും ആ തയുതേര സഭയുടെ ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു സീൽ അല്ലെങ്കിൽ ഈ ഒരു മുദ്രയുടെ കാലഘട്ടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോമൻ സഭയിലെ നേതാക്കള് സുവിശേഷത്തിൽ നിന്നും മാറി അവര് മരണത്തിന്റെയും ആത്മീയ അന്ധകാരത്തിന്റെയും ശുശ്രൂഷക്കാരായിട്ട് മാറിയ ഒരു കാലഘട്ടമാണിത്. ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആത്മീയ അന്ധകാര യുഗം അല്ലെങ്കിൽ ഒരു ഇരുണ്ട ഡാർക്ക് ഏജസ് എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു മഞ്ഞക്കുതിരയുടെ കാലഘട്ടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും ഇൻക്വിസിഷൻ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ എന്ന പേരിൽ നിരപരാധികളെ കൊന്നൊടുക്കിയ കാലഘട്ടമാണിത്. അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തതാണ്. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തതാണ്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഇത് നമ്മൾ കവർ ചെയ്ത വിഷയമാണ്. എന്നിരുന്നാലും ഇത് വീണ്ടും പറയുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തില് പാപ്പാത്തത്തിന്റെ അനേക ഉപദ്രവങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും വിശ്വാസികളെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ പീഡിപ്പിച്ച ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ഫ്രാൻസിലെയും വടക്കൻ ഇറ്റലിയിലെയും പീത്മോണ്ട് വാലി പ്രദേശത്തെ പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു വാൽഡൻസിയൻസ് എന്ന് പറഞ്ഞവർ. ഇവര് സുവിശേഷ സത്യങ്ങൾ ധൈര്യത്തോടെ പ്രസംഗിക്കുകയും റോമൻ സഭയിൽ നിന്ന് അവർ വേർവിട്ടു നിൽക്കുകയും ചെയ്തു. പിയർ ബ്രൂസ് എന്ന വാൽഡൻസിയൻ ആന്റിക്രൈസ്റ്റ് എന്ന ഒരു പുസ്തകം എഴുതുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 1655 സവായ് ഡ്യൂക്കിന്റെ നേതൃത്വത്തില് കത്തോലിക്ക സഭ 1700 വാൽഡൻസിയൻസിനെ കൊലപ്പെടുത്തി. അതുപോലെ ആൽബിജൻസിന്മാരും അതുപോലെ ഹ്യൂഗനോട്സുകളും ഇവരെല്ലാം സത്യത്തിന് വേണ്ടി നിന്ന ആൾക്കാരാണ്. അവരുൾപ്പെടെ അനേകം പേരെ സഭ മതഭ്രാന്തന്മാര് എന്ന് മുദ്രകുത്തി കൊന്നൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചരിത്രം എൻസൈക്ലോപീഡിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഗൂഗിളിൽ തന്നെ പരിധി കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇൻക്വിസിഷൻ അഥവാ അന്വേഷണങ്ങൾ എന്ന് പറഞ്ഞ സഭ സ്ഥാപിച്ച ഈ ഒരു പ്രോസസ്സിൽ കൂടി സഭയ്ക്കെതിരെ പ്രവർത്തിച്ച ഓരോ വ്യക്തികളോടും അതുപോലെ തന്നെ സംഘടനകളോടും അവരെയെല്ലാം എതിർക്കുവാനായിട്ട് ഇന്നത്തെ നാട്ടുരാജാക്കന്മാരുമായിട്ട് ചേർന്നൊരുക്കിയ ഒരു ഉത്തരവുകൾ സഭ പ്രയോഗിച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കുകയും വിശ്വാസികളെ കൊന്നൊടുക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ മഞ്ഞക്കുതിരയുടെ കാലഘട്ടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് അവര് അനേകം പേരെ കൊന്നൊടുക്കി. പേപ്പൽ ഇൻക്വിസിഷൻ 1231, അതുപോലെ സ്പാനിഷ് ഇൻക്വിസിഷന്, അതുപോലെ റോമൻ ഇൻക്വിസിഷന്, ഇതെല്ലാം ചില ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യേകിച്ച് ഗോവൻ ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പോർച്ചുഗീസുകാരുടെ സമയത്ത് അനേക ഇൻഡിജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗോവയിൽ താമസിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ആൾക്കാരെ കൊന്നൊടുക്കിയതായിട്ടും അവരെ തന്നെ എക്സ്റ്റർമിനേറ്റ് ചെയ്തതായിട്ടും എത്നിക് ക്ലെൻസിങ് ചെയ്തതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ആ ഇൻക്വിസിഷൻ എന്ന ഒരു പദ്ധതിയിൽ കൂടി അന്ന് സഭയ്ക്കെതിരായിട്ട് നിന്നവർ സകലരെയും അവര് വൈപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ഉന്മൂല നാശം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു മഞ്ഞക്കുതിരയുടെ കാലഘട്ടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ജോൺ ഹസ്, ജോൺ ഓഫ് പ്രാഗ്, അതുപോലെ തന്നെ തോമസ് ഗ്രാനർ, ജെറോം, വില്യം ടിൻഡേൽ എന്നിവരെ സഭ കൊല്ലുന്നതായിട്ടും നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ H.H. മേയേഴ്സിന്റെ ഇൻക്വിസിറ്റീവ് ക്രിസ്ത്യൻസ് എന്ന പുസ്തകത്തില് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 16:2 കർത്താവ് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയെല്ലാം സംഭവിക്കും എന്നുള്ളത് നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ഇങ്ങനെ വായിക്കാം: അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഇത് കർത്താവ് നേരിട്ട് തന്നെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ പാപ്പാത്ത റോമൻ സാമ്രാജ്യത്തിന്റെ അരാജകത്വത്തിന്റെ കാലഘട്ടമായിരുന്നു ഇത്. ഈ കാലഘട്ടത്തിൽ അനേക വിശുദ്ധന്മാർ കൊല്ലപ്പെടുമെന്ന് കർത്താവ് തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 13:7 നമ്മൾ വായിക്കുന്നു: വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും
ജാതിമേലും അധികാരം ലഭിച്ചു. അതായത് മൃഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ എതിർ ക്രിസ്തുവാകുന്ന മൃഗം അത് വിശുദ്ധന്മാരെ കൊന്ന് അവരെ ജയിക്കുവാനായിട്ട് അധികാരം ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ വെളിപ്പാട് 17:6 നമ്മളിങ്ങനെ വായിക്കുന്നു, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു, അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. അപ്പോൾ അവിടെ സ്ത്രീ സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു ഫോളൻ ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ത്രീ ഒരു അപ്പോസ്റ്റേറ്റ് ചേർച്ചിനെയാണ്, അല്ലെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള സഭയാണ്, അല്ലെങ്കിൽ ഒരു കൗണ്ടർഫിറ്റ് സഭയാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാപ്പാത്ത റോമൻ സാമ്രാജ്യം യൂറോപ്പ് അടക്കി വാണത് ഏകദേശം 1260 വർഷമാണ്. ഇത് 538 AD ആരംഭിച്ച് 1798 അവസാനിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. 1798 എന്താണ് സംഭവിച്ചത്? അന്ന് പാപ്പാത്തത്തിന് മരണകരമായിട്ടുള്ള ഒരു മുറിവേൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ അത് പുറത്തു പോകുമെന്നുള്ളതും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 13:3 അത് ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അപ്പോൾ ഈ വീണ്ടും പുറത്തു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഈ മുറിവ് പൊറുക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം, ആ ഒരു പഴയ ശക്തിയിലേക്ക്, പാപ്പാത്തത്തിന്റെ പഴയ ശക്തിയിലേക്ക്, പ്രഭാവത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉയർത്തെഴുന്നേൽക്കുന്ന ശക്തി കർത്താവിന്റെ 2ാം വരവ് വരെ തുടരുമെന്നും വചനത്തിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ 2 തെസ്സലോനിക്കർ 2:8 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അപ്പോൾ അധമമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രതിഷ്ഠതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ടു, ആദ്യത്തെ 4 സഭ അല്ലെങ്കിൽ മുദ്രകളില് ദൈവസഭയുടെ ഒരു ആത്മീയ പതനത്തെയാണ് ഇവിടെ വരച്ചു കാട്ടുന്നത്. നമ്മൾ ഇവിടെ കണ്ടതാണ് മഞ്ഞക്കുതിര ഒരു നിർജീവ സഭയാണ്. അത് കവർ ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചു 538 AD തൊട്ട് 1798 AD വരെയുള്ള തുയത്താര സഭയുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു മഞ്ഞക്കുതിരയുടെ കാലഘട്ടം കവർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇതിനെ പരിചയപ്പെടുത്തുന്ന സ്വർഗീയ ജീവി അല്ലെങ്കിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ കഴുകനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് വെളിപ്പാട് പുസ്തകം 6:7 8 ഭാഗമാണ് നമ്മൾ ഇത് കണ്ടത്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം 5ാമത്തെ മുദ്രയെ കുറിച്ച്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ 4 കുതിരകൾ വരുന്നതായിട്ടും നമ്മൾ മനസ്സിലാക്കി. ആ 4 കുതിരകൾ എന്ന് പറയുന്നത് സഭയുടെ 4 വ്യത്യസ്ത കാലഘട്ടങ്ങളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ ഏത് ക്രിസ്തുവോ ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എന്നതാണ് ബോധം. അത് ഇനിയുള്ള മുദ്രകൾ പഠിക്കുമ്പോൾ നമ്മൾ 7 മുദ്രകളാണ് ബേസിക് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ 7 മുദ്രയിലെ 4 മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഈ 4 കുതിരകൾ വരുന്നതായിട്ട് കണ്ടത്. ഇനിയുള്ള 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും മുദ്ര പൊട്ടിക്കുമ്പോൾ മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനിയുള്ള മുദ്ര പൊട്ടിക്കുമ്പോൾ കുതിര വരുന്നതായിട്ട് പ്രവചനത്തിൽ പറയുന്നില്ല. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണെന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 5ാം മുദ്ര ദൈവജനത്തിന്റെ പീഡനകാലത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതാണ് പഠിക്കാൻ പോകുന്നത്. അതുപോലെ 6ാം മുദ്ര പഠിക്കുമ്പോൾ അതിന് ലോകത്തിന്റെ മേൽ വരുവാനിരിക്കുന്ന വലിയ കഷ്ടതയെയും ന്യായവിധിയെയും പറ്റിയാണ് പഠിക്കുന്നത്. അതുപോലെ 7ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ പറ്റിയുമാണ് പഠിക്കുന്നത് മനസ്സിലാകുന്നു. അപ്പൊ 5ാമത്തെ മുദ്ര ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അത് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട വളരെ കാര്യമുണ്ട്. കാരണം ധാരാളം തെറ്റിദ്ധാരണകൾ വരുത്തുവാനായിട്ട് സാധ്യതയുള്ള പല പ്രയോഗങ്ങളും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഓരോ ഭാഗം വളരെ വിശദമായിട്ട് പഠിക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം വായിക്കാം വെളിപ്പാട് പ്രവചനം അതിന്റെ 6ാം അധ്യായം 9 തൊട്ട് 11 വരെയുള്ള വാക്യത്തിലാണ് 5ാമത്തെ മുദ്രയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അവൻ 5ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുമായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാർക്കും സഹോദരന്മാർക്കും വന്നു തികയുവോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. അപ്പൊ ഇവിടെ ഈ ഒരു വാക്യങ്ങൾ പഠിക്കുമ്പോൾ ധാരാളം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാം. ഒന്ന്, പല ചോദ്യങ്ങളും ഈ സമയത്ത് നമ്മൾ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ കരയുമോ? മരിച്ചുപോയ ആത്മാക്കൾ ഇവിടെ പറയാണ്, അർക്കപ്പെട്ട ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു, അവര് കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് അവിടെ പറയുകയാണ്. ഒരിക്കലും അവിടെ നമ്മൾ നേരത്തെ മരിച്ചതിന് ശേഷമുള്ള മനുഷ്യന്റെ അവസ്ഥയെ പറ്റി നമ്മളൊരു വിവരണം നടത്തിയതാണ്. അത് നമ്മൾ പഠിച്ചപ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയും അയാൾക്ക് അറിവില്ല, അയാൾ ഉറങ്ങുകയാണ് എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച കാര്യം. അതുകൊണ്ട് അയാൾ മരിച്ച അവസ്ഥയിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് കരയുന്നതായിട്ടോ പ്രാർത്ഥിക്കുന്നതായിട്ടോ അവര് എന്തെങ്കിലും തരത്തിലുള്ള കഷ്ടത അനുഭവിക്കുന്നതായിട്ടോ ഒന്നും തിരുവചനം പഠിപ്പിക്കുന്നില്ല.
അവര് അവിടെ എന്താണ്, അവർ ഉറങ്ങുകയാണ് എന്നുള്ളതാണ് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ ഇവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ആത്മാക്കൾ കരയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യാഗപീഠം ഏതാണ്, അവിടെ യാഗപീഠത്തിന് കീഴെയാണ് ഈ ആത്മാക്കൾ കിടക്കുന്നതായിട്ട് പറയുന്നത്. ഏത് യാഗപീഠത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ വ്യക്തികൾ ഇവര് രക്തസാക്ഷികളായി തീർന്നവരാണ്. എന്തിനു വേണ്ടിയാണ് അവർ രക്തസാക്ഷികളായത്, ഏത് കാലഘട്ടത്തിലാണ് അവർ രക്തസാക്ഷികളായത് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ അവിടെ പറയുകയാണ് അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണം എന്ന് അവരോട് പറഞ്ഞതിന് ശേഷം അവർക്ക് വെള്ള അങ്കി കൊടുക്കുന്നതായിട്ട് പറയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഒരു 5-ാമത്തെ മുദ്ര പഠിക്കുമ്പോൾ മനസ്സിലാക്കിയെങ്കിലേ ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഭാഗം ചിന്തിക്കാം. ആത്മാക്കൾ കരയുമോ എന്നുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥ പഠിക്കുമ്പോൾ ആത്മാക്കൾ ആരും തന്നെ മരിച്ചവരാരും ഒന്നും അറിയുന്നില്ല എന്നും അവര് പ്രതിഫലം കാത്തു കിടക്കുകയാണെന്നും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പ്രവചന 5-ാമത്തെ മുദ്ര പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ഭാഷകള് ആലങ്കാരിക ഭാഷയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എല്ലാം തന്നെ അക്ഷരിക അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റായ വ്യാഖ്യാനത്തിലേക്ക് പോകുമെന്ന് ആദ്യമേ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആലങ്കാരിക ഭാഷയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ആത്മാക്കൾ കരയുന്നു എന്നുള്ള പ്രയോഗവും അതുപോലെ തന്നെ ആലങ്കാരിക ഭാഷയാണ്. നമുക്കതിനൊരു ഉദാഹരണം പരിശോധിക്കാം. അതായത് കായീൻ ഹാബേലിനെ കൊല്ലുന്ന ഒരു കാര്യം നമുക്ക് ഉൽപ്പത്തി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു. അപ്പോൾ ആ സമയത്ത് ദൈവം വന്ന് കായീനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് നമുക്ക് പരിശോധിക്കാം. അവിടെ പറയുകയാണ് ഉൽപ്പത്തി 4:10 അതിന് അവൻ അരുളി ചെയ്തു, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്നും എന്നോട് നിലവിളിക്കുന്നു എന്ന് ചോദിച്ചു. അവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഭാഷ ഒന്ന് ശ്രദ്ധിക്കുക. നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്നും എന്നോട് നിലവിളിക്കുന്നു. നമുക്കറിയാം രക്തം കിടന്ന് നിലവിളിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ എന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? അവിടെ ഒരു ആലങ്കാരിക ഭാഷയാണ്. അതായത് ഹാബേലിന്റെ രക്തം അവിടെ നിനക്കെതിരെ നിൽക്കുന്നു, അത് നീ അതിന് എന്താണ് ചെയ്തത്, അവൻ എന്താണ് കൊലപാതകം ചെയ്തത് എന്നുള്ളതാണ് ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ കൊല്ലുന്ന സമയത്ത് ഹാബേൽ ദൈവത്തെ വിളിച്ച് കരഞ്ഞതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 5-ാമത്തെ മുദ്രയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ആത്മാക്കളുടെ കരച്ചിൽ എന്ന് പറയുന്നതും അത് ആലങ്കാരിക രീതിയിൽ വേണം നമ്മൾ എടുക്കുവാനായിട്ട്. അവർ കൊല്ലപ്പെട്ട സമയത്ത് അവർ ദൈവത്തോട് നിലവിളിച്ചത് ദൈവത്തിന്റെ റെക്കോർഡിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വാക്കിയോട് നമുക്ക് വായിക്കാം. സങ്കീർത്തനം 56:8 പഠിക്കുമ്പോൾ നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അതുപോലെ ആലങ്കാരിക ഭാഷയാണ് നമുക്കറിയാം. അതായത് ദൈവമക്കളുടെ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുപോലെ ആലങ്കാരിക ഭാഷയാണ്. അത് ലിറ്ററലായിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ യാഗപീഠമുണ്ട്, അതുപോലെ തന്നെ അവിടെ വെള്ളവസ്ത്രം കൊടുക്കുന്നുണ്ട്, അവരോട് സ്വസ്ഥമായി പാർക്കണം എന്നൊക്കെയും പഠിക്കുന്നുണ്ട്. തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് യാഗപീഠം, എന്താണ് അതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ ഇനി പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. 5-ാം മുദ്രയുടെ ഭാഗമായിട്ട് അവിടെ വെളിപ്പാടിന്റെ 6 പറഞ്ഞിരിക്കുന്ന യാഗപീഠം ഏതാണ്, അല്ലെങ്കിൽ അത് എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. ആത്മാവിന് അമർത്യതയുണ്ട് എന്ന് പഠിപ്പിക്കുന്നവർ അവരുടെ ആ ഡോക്ട്രിൻ പ്രൂവ് ചെയ്യാനായിട്ട് ഈ വചനം പലപ്പോഴും ഉദ്ധരിക്കുന്നതായി കാണാറുണ്ട്. വിചിത്രം എന്ന് പറയട്ടെ, ഈ ആത്മാക്കളെ ഒരു യാഗപീഠത്തിനടിയിലാണ് കാണുന്നത്. ഈ യാഗപീഠം എവിടെയാണ് എന്ന് ഈ വചനത്തിൽ പറയുന്നില്ല. എന്നാൽ ആത്മാവിന്റെ അമർത്യതയിൽ വിശ്വസിക്കുന്നവരുടെ അനുമാനം ഈ ബലിപീഠം സ്വർഗത്തിലാണെന്നാണ്. സമാഗമന കൂടാരത്തിലാണ് നാം യാഗപീഠം കാണുന്നത്. ഓരോ യാഗത്തിലും യാഗമൃഗത്തിന്റെ രക്തം യാഗപീഠത്തിന്റെ കീഴിൽ ഒഴിച്ചു കളയുന്നു. ലേവ്യ പുസ്തകം 4:7 ഇങ്ങനെ കാണാം, പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. രക്തം ജീവന്റെ അടയാളമായിട്ടാണ് വചനം വിശേഷിപ്പിക്കുന്നതെന്ന് ലേവ്യ പുസ്തകം 17:11 നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെ കാണാം, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അതിനാൽ ബലിപീഠത്തിന് കീഴിലുള്ള ആത്മാക്കൾ വിശുദ്ധന്മാരുടെ രക്തസാക്ഷ്യത്തിന്റെ പ്രതീകാത്മകമാണ് ചിത്രമാണ്. ആഡം ക്ലാർക്കിന്റെ കമന്ററി ഓൺ ന്യൂ ടെസ്റ്റമെന്റിലെ വെളിപ്പാടിന്റെ 6:9 കുറിച്ച് പറയുന്ന കമന്ററി നമുക്ക് നോക്കാം. A symbolical vision was exhibited in which he saw an altar, and under it the souls of them who had been slain for the word of God, martyred for the attachment for Christianity. The arteries upon the earth
not in heaven. അതായത് യോഹന്നാന് ഒരു പ്രതീകാത്മകമായ ദർശനം ദൈവം കാണിച്ചു കൊടുക്കുന്നു. അതിലൊരു യാഗപീഠവും അതിൻ്റെ കീഴിൽ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആത്മാക്കളെയും കാണുന്നു. യാഗപീഠം സ്വർഗത്തിലല്ല, അത് ഭൂമിയിലാണ്. എന്തുകൊണ്ടാണ് സ്വർഗത്തിലല്ലാത്തത്? നമുക്കറിയാം, സ്വർഗത്തിൽ ഇനി ഒരിക്കലും പാപം ഉണ്ടാവുകയില്ല എന്ന് യേശു നമുക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവിടെ പാപമില്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ യാഗത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത ആ യാഗമായിരുന്നു അവസാനത്തെ യാഗം. അതുകൊണ്ട് ഇനി ഒരു യാഗം അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിൽ അവിടെ പ്രാകാരമില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. ആ യാഗപീഠം ഉണ്ടായിരുന്ന പ്രാകാരത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ യാഗപീഠം അവിടെ ഇല്ലാത്തത്. അതുകൊണ്ടാണ് അത് ഭൂമിയിലെ യാഗപീഠമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി യാഗപീഠം എന്തിനു വേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടത്, ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ രക്തസാക്ഷികൾ കൊല്ലപ്പെട്ടത് മഞ്ഞ കുതിരയുടെ കാലഘട്ടത്തിലാണ് എന്ന് നാം പഠിച്ചു. എതിർക്രിസ്തുവിനെ കുറിച്ച് ദാനിയേലിന്റെ 7:25 ഇങ്ങനെ കാണാം: അവൻ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും കാലങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലങ്ങളും കാലാംശവും അവർ അവന്റെ കൈവിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ദാനിയേലിന്റെ 11:31-32 ഇങ്ങനെയും കാണാം: നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഭരണകാലത്ത്, അതായത് ഡാർക്ക് ഏജസില് കൊല്ലപ്പെട്ട വിശുദ്ധരുടെ ആത്മാക്കളാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്തിനു വേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് തിരുവചനം നമ്മെ അറിയിക്കുന്നതായി കാണാം. തിരുവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവുമായി ആണ് അവർ കൊല്ലപ്പെട്ടത്. ഇങ്ങനെ മരണപ്പെട്ടവർ യേശുവിന് അനുഗമിച്ചവരായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തില് 37-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് യേശുവിനും സത്യത്തിന്റെ സാക്ഷ്യത്തിനും വേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണം എന്ന് അവരോട് എന്തിനു പറഞ്ഞു? അവരുടെ അപേക്ഷയ്ക്ക് എപ്പോൾ എങ്ങനെ ഉത്തരം ലഭിക്കും എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരമായി തുറന്നു പഠിക്കാം. നമ്മളിവിടെ രക്തസാക്ഷികളുടെ കരച്ചിലിനെ കുറിച്ചാണ് പഠിച്ചത്. രക്തസാക്ഷികളുടെ കരച്ചിലിന് 2 ചരിത്രപരമായിട്ടുള്ള ഘട്ടങ്ങളുണ്ട് എന്നാണ് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ രക്തസാക്ഷികൾ 2 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന രക്തസാക്ഷിത്വവും മറ്റൊന്ന് ഭൂതകാലത്ത് നടന്നതുമായിട്ടുള്ള രക്തസാക്ഷിത്വമാണ്. നമ്മൾ ഈ ആദ്യത്തെ ഘട്ടത്തിലുള്ള രക്തസാക്ഷിത്വത്തിനെ വിവരിക്കുന്ന ഒരു ഭാഗമാണ് ദാനിയേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 25. അവിടെ ചെറിയ കൊമ്പ് അത്യുന്നതനായ വിശുദ്ധന്മാരെ ഉടുക്കിക്കളയുമെന്ന് വിവരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇതേ ഒരു സമയപരിധി അവിടെ പറഞ്ഞിരിക്കുന്ന 1260 വർഷത്തെ വേറെ രീതിയിൽ വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിലും പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം 5-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: വൻപും ദൂഷണവും സംസാരിക്കുന്ന വായ് അത് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്തു അവർ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ആദ്യഘട്ടത്തിലുള്ള രക്തസാക്ഷിത്വം
മൃഗത്തിന് മുറിവേറ്റതോടുകൂടി അത് അവസാനിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്നും തിരുവചനത്തിൽ നിന്നും പഠിക്കുന്നു. അത് സംഭവിച്ചത് 1798 നമ്മൾ മുമ്പത്തെ വെബിനാറിൽ കണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. 1798 നമ്മൾ കണ്ടു ബർത്തറി എന്ന് പറയുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കമാൻഡർ വന്നിട്ട് അന്നത്തെ പോപ്പായിട്ടുള്ള പോപ്പ് പിയൂസ് 6-ാമനെ പിടിച്ച് തടവിലിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അങ്ങനെ ഓഫീസ് ഓഫ് പോപ്പ് വാസ് ഡിസ്മിസ്ഡ്. നമ്മൾ ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ രക്തസാക്ഷ്യത്തിന്റെ ആദ്യത്തെ ഘട്ടം ഈ ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നതെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 11 ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലങ്കി കൊടുത്തു, അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഇവിടെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അവരെ പോലെ കൊല്ലുവാനിരിക്കേണ്ട സഹഭൃത്യന്മാർക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫേസ് കഴിഞ്ഞു, ഇനി മറ്റൊരു ഫേസും കൂടെ ഉണ്ടെന്നാണ് ഈ വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്. വെളിപ്പാട് ദിവസം 14-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അന്ന് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമുക്കിനി രക്തസാക്ഷികളുടെ 2-ാമത്തെ ഘട്ടത്തെ കുറിച്ച് തുടർന്ന് പഠിക്കാം. 5-ാമത്തെ മുദ്രയില് രക്തസാക്ഷികളുടെ രണ്ട് ഘട്ടമായിട്ടുണ്ട്. 1-ാമത്തെ ഘട്ടം നമ്മൾ കവർ ചെയ്തു. പ്രത്യേകിച്ചും ഡാർക്ക് ഏജസില് പാപ്പാത്തത്തിന്റെ ഉപദ്രവവും മുഖാന്തരം ഉണ്ടായ ഒരു പീഡനകാലമായിരുന്നു. അതൊന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ 2-ാമത്തെ ഘട്ടം എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടതാണ്, മൃഗത്തിന്റെ മുറിവ് പുറത്തു പോകുമെന്നും അത് അതിന് മുമ്പിലത്തെ പോലെ തന്നെ പെരുമാറുമെന്നും തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ മൃഗം എതിർ ക്രിസ്തുവാണെന്നും അത് പാപ്പാത്തമാണെന്നും നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാണ് കഴിഞ്ഞ വെബിനാറുകളിൽ. വെളിപാട് പുസ്തകം അധ്യായം 13-ാമത്തെ അധ്യായം 11, 12, 15 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കാം: മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്നതുപോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരം എല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അപ്പൊ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വെബിനാറിൽ, പ്രത്യേകിച്ചും അമേരിക്ക ഇൻ ദ ബൈബിൾ പ്രോഫസി എന്നുള്ള ആ ഒരു വെബിനാറിൽ നമ്മൾ കണ്ടതാണ്. മറ്റൊരു മൃഗത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ആ ഒരു മൃഗം അമേരിക്കയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അവസാന കാലഘട്ടങ്ങളിൽ അമേരിക്ക ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് അമേരിക്ക ആയിരിക്കും ഈ 1-ാമത്തെ മൃഗമായിട്ടുള്ള അല്ലെങ്കിൽ പാപ്പാത്തത്തിനെ അവര് കൊണ്ടുവരുന്ന നിയമങ്ങളെ അന്ന് പ്രാവർത്തികമാക്കുവാനായിട്ട് അവർ എൻഫോഴ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് അമേരിക്കയുടെ നിയമങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വെബിനാറുകളിലൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പൊ അത് ഈ ഒരു മൃഗം എന്താണ്, ഈ 1-ാമത്തെ മരണകരമായിട്ടുള്ള മുറിവ് പുറത്ത് പോയ മൃഗം സകല ജാതികളിൽ മേലും സർവാധികാരം ലഭിച്ചതിന് ശേഷം ഇത് സംഭവിക്കുമെന്നും തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. പിന്നീട് വെളിപ്പാട് പുസ്തകം 6:10 നമ്മൾ വായിക്കുന്നുണ്ട്: നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നവര് ഉറക്കം നിലവിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം എന്നുള്ളൊരു പദം അവിടെ വരുന്നുണ്ട്. ആ പദം തിരുവചനത്തിൽ പല ആവർത്തി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സങ്കീർത്തനം 94:3 നമ്മൾ വായിക്കുന്നുണ്ട്: യഹോവേ, ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അപ്പോൾ ഇതേ പ്രയോഗം തന്നെ ദാനിയേലിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാനിയേൽ 8-ാം അധ്യായം 13, 14 വാക്യങ്ങൾ നമ്മൾ വായിക്കും: അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിലനിൽക്കും എന്ന് ചോദിച്ചു. അതിന് അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുത്തും. അപ്പോൾ നമ്മൾ ന്യായവിധിയെ കുറിച്ചുള്ള വെബിനാറിൽ നാം 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ ദൈവഗ്രഹത്തില് ന്യായവിധി ആരംഭിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടാണ് 2300 വർഷം അവസാനിച്ചത് 1844 ആ സമയത്ത് ന്യായവിധി ആരംഭിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്.
അതിനാല് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കം നിലവിളിക്കുന്ന എന്ന ഭാഗം വളരെ പ്രസക്തമാണ്. അപ്പൊ ദൈവം ന്യായം വിധിച്ചതിന് ശേഷമാണ് പ്രതികാരം നടത്തുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകം 19:2 നമ്മൾ വായിക്കുന്നു. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷ വിധിച്ച് തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ. അപ്പൊ കർത്താവിന്റെ രണ്ടാം വരവിൽ അതിന് മുമ്പായിട്ട് ന്യായവിധി സ്വർഗത്തില് സകല ആൾക്കാരുടെയും കേസ് അവിടെ ഡിസൈഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വിശുദ്ധന്മാരുടെ അവർക്കുള്ള റിവാർഡുമായിട്ടാണ് കർത്താവ് വരുന്നത്. അതുപോലെ തന്നെ അത് ദുഷ്ടന്മാരായിട്ട് കിടക്കുന്നവരെ അവരുടെയും കേസുകൾക്ക് തീരുമാനമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ 1000 വർഷക്കാലത്തെ ഭരണകാലത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, സങ്കീർത്തനം 9:12 രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു, എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല. അപ്പോൾ ഇവിടെ കാണുന്നത് ഈ രക്തസാക്ഷികള്, അതായത് ഇനി വീണ്ടും ഒരു രണ്ടാമത്തെ ഘട്ടമുണ്ട്. അത് ഈ ഒരു മരണകരമായിട്ടുള്ള മുറിവ് പുറത്തു പോകുമ്പോൾ ഈ മൃഗം വിശ്വാസികളെ പീഡിപ്പിക്കും. കർത്താവിന് വരവിന് മുമ്പായിട്ട് സഭ പീഡനത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, വിശ്വസ്തരായിരുന്നത് കാരണം ദശലക്ഷക്കണക്കിന് ജനം രക്തസാക്ഷികളായി തീർന്ന ഒരു മധ്യകാലഘട്ടവുമായിട്ട് ഈ 5-ാം മുദ്രയ്ക്ക് ചരിത്രപരമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഹാവേലിന്റെ കാലം മുതൽ അതുപോലെ അന്തിമമായിട്ട് തന്റെ ദാസന്മാരുടെ രക്തത്തിന് ദൈവം പ്രതികാരം ചെയ്യുന്നത് വരെ ചരിത്രത്തിൽ ഉടനീളം കഷ്ടത അനുഭവിച്ച ദൈവജനത്തിന്റെ അനുഭവം കൂടിയാണ് ഈ ഒരു മുദ്ര കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ അവിടെ പറയുന്നു, ദൈവമേ എത്രത്തോളം എന്നതാണ് ഈ ചരിത്രത്തിൽ ഉടനീളം കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിന്റെ നിലവിളി അല്ലെ. നമുക്കറിയാം, നമ്മളെല്ലാം നീതികേട് വളരെയധികമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നീതി ലഭിക്കുകയില്ല, ഒരുപക്ഷെ ലഭിച്ചെന്ന് വരത്തില്ല. അപ്പോൾ ഒരിക്കലും യാതനകൾ അനുഭവിക്കാതെ ആരാണുള്ളത് അല്ലെ? നമ്മളെല്ലാവരും പല രീതിയിലുള്ള യാതനകൾ അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു നാള് തീർച്ചയായിട്ടും ന്യായം നടക്കും എന്നറിയുമ്പോൾ 5-ാം മുദ്രയുടെ ഈ ഒരു ദൃശ്യത്തില് എത്രത്തോളം ആശ്വാസം നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ട് നമുക്കറിയാം, കർത്താവ് ന്യായം വിധിക്കുന്ന ഒരു നാൾ വരുന്നു. അവൻ ന്യായാധിപതിയായിട്ട് ഭൂമിയിലേക്ക് വരികയും അവന്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ജനത്തിന് ന്യായം ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് വെള്ള നിലയെങ്കി എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ 5-ാമത്തെ മുദ്രയെ പറ്റിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതല്പം നീണ്ടുപോകുന്ന ഒരു ഭാഗമാണ് 5-ാമത്തെ മുദ്ര എന്ന് പറയുന്നത്. വളരെ ആഴമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അതിന്റെ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അവിടെ കൂടുതലായിട്ടും സിംബോളിക്കൽ ലാംഗ്വേജ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി വെള്ള നിലയെങ്കി എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതൊരു മറ്റൊരു വാക്യത്തിന്റെ ആവശ്യമില്ലാതെ നമുക്കറിയാം, അത് ദൈവത്തിന്റെ ശുഭ്രവസ്ത്രമാണ്. അത് അന്ത്യകാലത്തെങ്കിൽ ദൈവസഭയ്ക്ക് നൽകുന്ന ശുഭ്രവസ്ത്രമാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 6 തൊട്ട് 8 വരെയുള്ള വാക്യത്തെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ എരിച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ എന്നവിടെ പറയുന്നു. അപ്പൊ ഈ വാക്യം കൊണ്ട് വളരെ വ്യക്തമാണ്, അന്ത്യകാലത്തുകളാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ കല്യാണ സദ്യ എന്ന് അന്നാണ് ഇത് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെ, കല്യാണത്തിന് വന്നുവല്ലോ, ആ കല്യാണത്തിലേക്കാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. അന്നാണ് വിശുദ്ധന്മാർക്ക് വിശുദ്ധ വസ്ത്രം ലഭിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും ഈ പോയിന്റ് കൊണ്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തക്കവണ്ണം സാധിക്കും. അല്ലാതെ മരിച്ചുപോയ വിശുദ്ധന്മാർ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ അവർ കല്ലറയിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് വിശുദ്ധ വെള്ളവസ്ത്രം കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അത് സ്വർഗത്തിന് അനുയോജ്യമായ സ്വഭാവമാണ് വെള്ളവസ്ത്രത്തെ കാണിക്കുന്നത്. അത് വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികളാണ്. അത് ദൈവം നമ്മളെ അണിയിക്കുന്നതായ നീതിപ്രവർത്തിയാണ്, നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ഏൺ ചെയ്യുന്നതല്ല എന്നുള്ളതും ഈ സമയത്ത് പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് 5-ാമത്തെ മുദ്രയുടെ കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. അത് യാഗപീഠത്തിനടിയിൽ നമ്മൾ ആത്മാക്കളെ കരയുന്നതായിട്ട് നമ്മൾ കണ്ടു. അതൊക്കെയും സിംബോളിക്കൽ ലാംഗ്വേജ് ആണ്. രക്തസാക്ഷികളെ നമ്മൾ കണ്ടു. ധാരാളം രക്തസാക്ഷികൾ വീണ ഒരു കാലഘട്ടമാണ് ഇത് നമുക്കറിയാം. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 538 തൊട്ട് 1798 വരെയുള്ള 1260 വർഷത്തെ ഒരു വലിയ കാലഘട്ടത്തിലാണ് ഇത് 5-ാം മുദ്ര കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ദൈവസഭയ്ക്ക് നേരിട്ട പീഡനകാലമാണ് 5-ാം മുദ്ര എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് ഈ ഭാവിയിൽ വീണ്ടും മൃഗത്തിന്റെ മുദ്ര എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വീണ്ടും മാർട്ടയേഴ്സ് അല്ലെങ്കിൽ രക്തസാക്ഷികൾ ഉണ്ടാകും എന്നുള്ളതും ഈ സമയത്ത് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതാണ് 5-ാമത്തെ മുദ്ര എന്ന് പറയുന്നത്. ഇനി നമുക്ക് തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇനി 6-ാമത്തെ മുദ്രയിലേക്ക് നമുക്ക് പോകാം. 6-ാമത്തെ മുദ്ര എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം,
ഈ അഞ്ചാമത്തെ മുദ്ര സിംബോളിക്കൽ ആണെന്നുണ്ടെങ്കിൽ ആറാമത്തെ മുദ്രയിലേക്ക് വരുമ്പോൾ അത് വളരെ ലിറ്ററൽ ആണ് കാര്യങ്ങൾ. കാരണം അന്ത്യ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് നടക്കുവാനിരിക്കുന്ന ആ ഒരു കഷ്ടതയെ പറ്റിയാണ് അത് വിവരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി, കർത്താവ് വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നടക്കുവാൻ ഇരിക്കേണ്ടുന്ന ന്യായവിധിയെ പറ്റിയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നു. നമുക്കത് വായിക്കാം. വെളിപാട് പ്രവചനം 6-ാം അധ്യായം 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമണം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അതിവൃഷ്ടം പൊരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്നും ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും ഇത് ഒരു സിംബോളിക്കൽ അല്ല, ഇതെല്ലാം തന്നെ ലിറ്ററൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ഭൂമിമേൽ വന്നുകൊണ്ടിരുന്നതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ഭാവിയിൽ വരുവാനിരിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളൊക്കെയും ഭാവിയിൽ ഭൂതകാലത്ത് നടന്നു കഴിഞ്ഞു, പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി ഭാവിയിൽ പല കാര്യങ്ങളും വരുവാനിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഈ ലോകത്തിൽ നടക്കാനിരിക്കുന്ന ആശ്ചര്യമായ കാര്യങ്ങളാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി തുടർന്ന് പഠിക്കുമ്പോൾ എന്താണ് വലിയ ഭൂകമ്പത്തെ പറ്റിയുള്ളത് എന്ന് നമുക്ക് പഠിക്കാം. ഇനി 6-ാം മുദ്ര തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂകമ്പത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. 5-ാം മുദ്രയിൽ നിന്ന് റജിബ്രദറോട് ഇപ്പൊ കണ്ടായിരുന്നു, 5-ാം മുദ്രയിൽ നിന്ന് 6-ാം മുദ്രയിലേക്ക് മാറുമ്പോൾ പ്രവചന ഭാഷ അക്ഷരിക തലത്തിലേക്ക് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രവചനത്തിന്റെ നിവൃത്തി എന്നോണം 1755 നവംബർ 1-ാം തീയതി വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അതിനെ ലിസ്ബണിലെ ഭൂകമ്പം എന്ന് അറിയപ്പെടുന്നു. അതിന്റെ കേന്ദ്രബിന്ദു ലിസ്ബൺ ആയിരുന്നുവെങ്കിലും ഇതിന്റെ പ്രത്യാഘാതം യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. ഗ്രീൻലാൻഡ്, പടിഞ്ഞാറൻ ഇന്ത്യയിലും നോർവേയിലെ മാറ്റെ ദ്വീപിലും സ്വീഡൻ, ഗ്രേറ്റ് ബ്രിട്ടൻ, അയർലൻഡ് എന്നിവിടങ്ങളിലും ഇത് അനുഭവപ്പെട്ടതായി നമുക്ക് അറിയാം. 4 ദശലക്ഷം ചതുരശ്ര മൈലിൽ കുറയാത്ത സ്ഥലങ്ങളിൽ ഇത് അനുഭവപ്പെട്ടു. ആഫ്രിക്കയിൽ, യൂറോപ്പിലും എന്നതുപോലെ കഠിനമായിരുന്നു. അൾജീരിയയുടെ ഒരു വലിയ ഭാഗം നശിപ്പിക്കപ്പെട്ടു. അതുപോലെ മൊറോക്കോയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമവും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ശക്തമായ വേലിയേറ്റം സ്പെയിനിന്റെയും ആഫ്രിക്കയുടെയും തീരത്ത് വ്യാപിച്ച് നഗരങ്ങളിലും വലിയ നഷ്ടമുണ്ടാക്കി. സ്പെയിനിലും പോർച്ചുഗലിലുമാണ് ഇതിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ പ്രകടമായത്. ലിസ്ബണിലെ ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദം കേട്ടു. തൊട്ടുപുറകെ റിക്ടർ സ്കെയിലിൽ 8.5 തൊട്ട് 9.0 വരെ റെക്കോർഡ് ചെയ്ത ഒരു ഭൂമികുലുക്കം 6 മിനിറ്റ് നേരം നീണ്ടുപോയി. പട്ടണത്തിലെ 60,000 പേർ കൊല്ലപ്പെട്ടതായും രേഖപ്പെടുത്തുന്നു. കടൽ ഉൾവലിഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് 50 അടി പൊക്കത്തില് വേലിയേറ്റം ഉണ്ടായതായും നമുക്കറിയാം. ഈ സംഭവത്തോടെയാണ് സിസ്മോളജി അല്ലെങ്കിൽ ഭൂചലനത്തെ കുറിച്ചുള്ള പഠനം ആരംഭിച്ചത് തന്നെ. ഭാവിയിലും ക്രിസ്തുവിന്റെ വരവിനോട് അനുബന്ധിച്ച് ഇതിലും ശക്തമായ ഭൂചലനം ഉണ്ടാകുമെന്നും നമുക്കറിയാം. അത് ബൈബിളും അങ്ങനെയാണ് പറയുന്നത്. ഇനി എപ്പോഴാണ് സൂര്യൻ ഇരുണ്ടുപോയതെന്ന് നമുക്ക് തുറന്ന് പഠിക്കാം. തിരുവചനത്തിലെ എഴുത്തുകാരിൽ 8 പേർ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് സൂര്യൻ ഇരുണ്ടുപോയി എന്നത്. അതിലെ യോവേൽ, ആമോസ്, യെശയ്യാവ്, ഹെസ്കേൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരാണ് ഇതിനെ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആ കാലത്തിൽ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. യോവേൽ പ്രവാചകൻ 2-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി: യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമയമായും മാറിപ്പോകും. നമ്മൾ കണ്ടതാണ് പാപ്പാത്ത റോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം 538 AD മുതൽ 1798 AD വരെയുള്ള കാലഘട്ടത്തിലായിരുന്നുവെന്ന്. ഈ സമയത്താണ് സഭയ്ക്ക് വലിയൊരു പീഡനം നേരിടേണ്ടി വന്നത്. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മൾ മുമ്പത്തെ വെബിനാറിൽ പഠിച്ചാണ്, 1776 കൂടി
അനേകം പേർ യൂറോപ്പിൽ നിന്ന് അമേരിക്കൻ ഐക്യനാട്ടിലേക്ക് പലായനം ചെയ്യുവാനായിട്ട് തുടങ്ങി. ആ സമയത്ത് സഭയ്ക്ക് നേരിട്ട കഷ്ടത്തിന് ഒരു ചെറിയ വ്യതിയാനം ഉണ്ടായി, അത് നിലച്ചു തുടങ്ങിയതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് 1798 അത് പൂർണ്ണമായിട്ട് ഇല്ലാതായെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ 1798 മുമ്പ് തന്നെ പീഡനം നിലച്ചു തുടങ്ങി അതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ മെയ് മാസം 19 1780 അസാധാരണമായ ഒരു ഇരുണ്ട ദിവസത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ന്യൂ ഇംഗ്ലണ്ടിലെ ഈ ഇരുട്ട് ആയിരക്കണക്കിന് ചതുരശ്ര മൈൽ വ്യാപിച്ചു. അക്കാലത്ത് സൂര്യൻ അപ്രത്യക്ഷമായി പോയി ചന്ദ്രൻ അന്ന് രക്തമയമായി തീർന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ നക്ഷത്രങ്ങൾ വീഴുമെന്ന പ്രവചനത്തെ കുറിച്ച് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു എന്ന് കാണാൻ സാധിക്കുന്നു. നമ്മൾ 1833 ലിയോണൈറ്റ് ഉൽക്കവർഷം ഉണ്ടായത്. അതിനു മുമ്പേ അനേകം ഉൽക്കവർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഏകദേശം 5 മുതൽ 6 മണിക്കൂർ വരെ ഏകദേശം 100,000-ഓളം ഉൽക്കകൾ പലയിടത്തായിട്ട് ഇതേപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് അത്തിവൃക്ഷം കായ ഉതിർക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഈ ഉൽക്കവർഷം ഉണ്ടായതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു സമറി കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനത്തെ മുദ്രയിലേക്ക് വരാം. 6-ാം മുദ്രയെ കുറിച്ചുള്ള സമറി ഇതാണ്. നമ്മൾ കണ്ടു അതില് പ്രകൃതിക്ഷോഭവും ആകാശത്തിൽ അടയാളങ്ങളും ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടു. ഒരു വലിയ ഭൂകമ്പം ലിസ്ബണിൽ 1755 ഉണ്ടായി. സൂര്യൻ ഇരുണ്ടുപോയി ചന്ദ്രൻ രക്തതുല്യമായി തീർന്ന ഒരു ദിവസമുണ്ടായി. അത് മെയ് മാസം 19-ാം തീയതി ആയിരുന്നു നമ്മൾ കാണുന്നത്. 1833 നമ്മൾ കാണുന്നത്. നക്ഷത്രങ്ങൾ വീണത് നമ്മൾ അവിടെ കാണുന്നു. അതുപോലെ തന്നെ 1780 സൂര്യൻ ഇരുണ്ടുപോയി ചന്ദ്രൻ രക്തമയമായി തീർന്നത് നമ്മൾ കാണുന്നു. ഇനി നമുക്ക് തുടർന്ന് അവസാനത്തെ മുദ്രയായിട്ടുള്ള 7-ാം മുദ്രയെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മള് 6-ാമത്തെ മുദ്ര അവസാനിക്കുന്നത് ഒരു വാക്കോടുകൂടിയാണ്. അതെങ്ങനെയാണ്? അവന്റെ മഹാകോപ ദിവസം വന്നിരിക്കുന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന ഒരു ഭീതി നിറഞ്ഞ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ ഒരു ദൃശ്യം അവസാനിക്കുന്നത്, 6-ാമത്തെ മുദ്ര. അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇത് നമുക്ക് എവിടെയാണ് ലഭിക്കുന്നത്? 7-ാമത്തെ അധ്യായത്തിലാണ്. 6-ാമത്തെ മുദ്ര നമ്മൾ കണ്ടു 1700-കളുടെ മധ്യത്തിൽ ആരംഭിച്ചു. യേശു മടങ്ങി വരുന്നതിന് മുമ്പുള്ള അവസാന കാലഘട്ടത്തിന്റെ ആരംഭം കുറിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പോലെ 8-ാം അധ്യായത്തിലെ ആദ്യ വാക്യം വരെ, അപ്പൊ 6-ാം അധ്യായം കഴിഞ്ഞിട്ട് 7-ാം അധ്യായത്തില് നമ്മൾ 7-ാമത്തെ മുദ്രയെ കുറിച്ച് കാണുന്നില്ല. 6-ാം മുദ്ര കഴിഞ്ഞിട്ട് പിന്നെ 8-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിലാണ്, ആദ്യത്തെ വാക്യങ്ങളിലാണ് ഈ ഒരു 7-ാം മുദ്ര കാണുന്നത്. അപ്പോൾ ഇത് പലരിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം 6-ാം മുദ്രയ്ക്കും 7-ാം മുദ്രയ്ക്കും ഇടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കും. അവിടെ ആരാണ് ഇവിടെ നിൽക്കാനായിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് അവിടെ തരുന്നത്. 7-ാമത്തെ അധ്യായത്തിൽ മുഴുവനും അവന്റെ മഹാകോപ ദിവസം വന്നിരിക്കുന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരമാണ് 7-ാം അധ്യായത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. നമുക്കറിയാം 7-ാം അധ്യായത്തിൽ 1,44,000 പേരെ മുദ്രയിടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ മുദ്രയിടപ്പെട്ടവർക്കാണ് ഈ മഹാകോപ ദിവസത്തിൽ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിനി തുടർന്ന് 7-ാം മുദ്രയിലേക്ക് വരാം. 7-ാം മുദ്ര നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് 8-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു: അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വർഗം മൗനമായി പോയത്? സ്വർഗത്തിൽ എപ്പോഴും ശബ്ദമുഖരിതമായിട്ടുള്ള ആരാധനയും സ്തുതിയും സ്തോത്രങ്ങളും എല്ലാം ഉയരുന്ന ഒരു സ്ഥലമല്ലേ സ്വർഗം, അല്ലെ? ഇത് ഈ ഒരു വാക്യം സ്വർഗത്തിന് പതിവിലും വിപരീതമായിട്ട് ഒരു രംഗമാണിത്, അല്ലെ? പൊതുവില് ഇങ്ങനെ ശബ്ദമുഖരിതമായിട്ടൊരു അന്തരീക്ഷമാണ് സ്വർഗത്തിനുണ്ടാകുന്നത്. വെളിപാട് 4:8 നമ്മളിങ്ങനെ വായിക്കുന്നു: 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു സ്വർഗത്തില് നിശബ്ദത ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ. അപ്പോൾ എന്താണ് അതിന് കാരണം? അതാണ് നമ്മൾ മത്തായി 25:31 നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു: മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് അവിടെ നമ്മൾ വായിക്കുന്നു.
അപ്പോൾ ക്രിസ്തുവിനോടൊപ്പം സ്വർഗം മുഴുവനും വരുന്നത് കൊണ്ടാണ് അവിടെ നിശബ്ദത ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുപോലെ എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം സ്വർഗത്തിൽ സകല ദൂതന്മാരും വരുന്നുണ്ട്. അപ്പൊ സ്വർഗം മുഴുവനും കർത്താവിന്റെ 2ാം വരവെങ്കിൽ ഭൂമിയിലേക്ക് വിശുദ്ധന്മാരെ കൂട്ടുവാനായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് അവിടെ നിശബ്ദത ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര സമയമാണ് അവിടെ നിശബ്ദത ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അരമണിക്കൂർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പ്രവചനത്തിൽ നമുക്കറിയാം 1 ദിവസം 1 വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വെബിനാറുകളിലൊക്കെ കണ്ടതാണ്. അതുപോലെ അങ്ങനെ വരുമ്പോൾ 2 മണിക്കൂർ 1 മാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1/4 മാസത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച. 1/4 മാസം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയാണ്, അല്ലെങ്കിൽ 7 ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ 7 ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 7 ദിവസം ആണ് നിശബ്ദത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് 7 ദിവസത്തിന്റെ പ്രത്യേകത? ഒരു പക്ഷേ ഇതൊരു കാത്തിരിപ്പിന്റെ സമയമായിരിക്കുമോ? തിരുവചനത്തിൽ നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ജലപ്രളയത്തെ കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? നോഹയും കുടുംബവും പെട്ടകത്തിനുള്ളിൽ കടന്നതിന് ശേഷം ദൈവം പെട്ടകത്തിന്റെ വാതിലടയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മഴ പെയ്യുന്നത് എപ്പോഴാണ്? പെട്ടകത്തിൽ അവർ കയറിയതിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ടാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടമാണ് നോഹയ്ക്ക് ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മൾ ഉൽപ്പത്തി 7-ന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പുരോഹിതന്റെ അഭിഷേകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പുരോഹിതനെ അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് അവൻ 7 ദിവസം കാത്തിരിക്കണമായിരുന്നു. അതാണ് നമ്മൾ ലേവ്യ പുസ്തകം 8-33 വായിക്കുന്നു. നിങ്ങളുടെ കരപൂർണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ 7 ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. 7 ദിവസം അവൻ നിങ്ങൾക്ക് കരപൂർണം ചെയ്യും. അപ്പോൾ അവിടെയും പുരോഹിതൻ അവനെ അനോയിന്റ് ചെയ്യുന്നതിന് മുമ്പ്, അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് അവന് 7 ദിവസം കാത്തിരിക്കണമായിരുന്നു. അതൊരു കാത്തിരിപ്പിന്റെ സമയമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പരിച്ഛേദന. ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് 8-ാമത്തെ ദിവസമാണ് അവനെ പരിച്ഛേദന കഴിക്കുന്നത്. ഇപ്പൊ പരിച്ഛേദന ഒരു ഉടമ്പടിയുടെ ഭാഗമായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഒരു നിഴലായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കൊളോഷ്യർ 2:15 നമ്മൾ വായിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടിട്ടില്ലാത്ത പരിച്ഛേദന ലഭിച്ചു. അതും നമ്മൾക്ക് ഒരു കാത്തിരിപ്പിന്റെ സമയമാണ്. ആ പരിച്ഛേദനയ്ക്ക് മുമ്പായിട്ട് ആ 7 ദിവസം കഴിഞ്ഞിട്ട് 8-ാമത്തെ ദിവസമാണ് പരിച്ഛേദന ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ ഒരു കുഷ്ഠരോഗി പഴയ നിയമകാലത്ത്, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുവന് കുഷ്ഠരോഗം മാറിയെന്ന് പുരോഹിതൻ കണ്ട് ബോധ്യം വന്നാൽ അവൻ തന്നെ ചാർച്ചക്കാരോട് പോയി ചേരുന്നതിന് മുമ്പ് 7 ദിവസം അവൻ കാക്കണമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇങ്ങനെ പോകുന്നു. ഇതെല്ലാം 7 ദിവസത്തെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. അപ്പോൾ ഭൂമിയിലെ വിശുദ്ധന്മാർക്ക് കർത്താവിന്റെ വരവിനെ, അല്ലെങ്കിൽ വിശുദ്ധന്മാർ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടാണ് ആ 7 ദിവസത്തിന്റെ പ്രത്യേകത? കാരണം അവര് വളരെ അധികമായിട്ട് കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ്. അറിയാം, എതിർ ക്രിസ്തുവും അവന്റെ ആൾക്കാരും വിശുദ്ധന്മാരെ നശിപ്പിക്കുവാനായിട്ട്, അവർ മാക്സിമം പിശാച് അവരെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ആ ഒരു സമയമാണിത്. കാരണം അവര് കർത്താവിനെ മാത്രം നോക്കി പാർക്കുന്ന, കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ് 7 ദിവസം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ ഈ കർത്താവിന്റെ വരവിനോടുകൂടി അവരുടെ കഷ്ടതകൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കും എല്ലാം വിരാമമാകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അവർ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. വെളിപ്പാട് 7-ാം അധ്യായം 9-ലും 10-ലും നമ്മളിങ്ങനെ വായിക്കുന്നു. ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ 7-ാമത്തെ മുദ്ര നമ്മൾ കർത്താവിന്റെ വരവിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തില് അരമണിക്കൂർ നേരം നിശബ്ദത ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നടക്കാനായിട്ട് പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാമത്തെ മുദ്രയാണ്. അത് പൊട്ടിക്കുവാനായിട്ട് അല്ലെങ്കിൽ പൊട്ടിക്കുമ്പോൾ കർത്താവ് വരും. അതൊരു പ്രത്യാശയുള്ള, വിശുദ്ധന്മാരെ സംബന്ധിച്ച് ഒരു പ്രത്യാശയുള്ള ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിനി ഇതിന്റെ സമ്മറി തുറന്ന് നോക്കാം. പത്മസ് ദ്വീപിൽ വെച്ചിട്ട് ദൈവം യോഹന്നാന് കൊടുത്ത 7 മുദ്രകളുടെ ഈ ദൂതുകൾ നമ്മുടെ സഭയ്ക്കുള്ള ഒരു അമൂല്യ സന്ദേശമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് അന്ത്യകാലത്തിൽ ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തർക്കുമുള്ള അമൂല്യ സന്ദേശങ്ങളാണ്.
നമുക്ക് കാണുവാൻ സാധിക്കും 1-ാം മുദ്ര ആരംഭിച്ചത് ഇതേ യോഹന്നാൻ ജീവിച്ചിരുന്ന അപ്പോസ്തലിക കാലഘട്ടത്തിലാണെന്നും അത് അവസാനിക്കുവാനായിട്ട് പോകുന്നത് 7-ാം മുദ്ര കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ്. അതിനർത്ഥം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് 6-ാം മുദ്രയുടെ കാലഘട്ടത്താണ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ മുമ്പിലാകെ നടക്കുവാനുള്ള ഏക ഒരു കാര്യം കർത്താവ് യേശു ക്രിസ്തുവിന്റെ 2-ാം വരവാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമുക്ക് തന്ന ആ അമൂല്യമായ കൃപയിൽ നമ്മൾ ജീവിക്കുകയും കർത്താവിൽ അനുദിനം നമ്മൾ രക്ഷ പ്രാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ പുതുക്കിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ സമയത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ന്യായവിധിയുടെ മുമ്പാകെ നമ്മൾ നിന്ന് വിശുദ്ധനായിട്ട് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, ആ മുദ്രയിട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ 7-ാം മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് കർത്താവിന്റെ വരവെങ്കിൽ നമുക്കും ക്രിസ്തുവിനോടൊപ്പം ആയിത്തീരുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച നമ്മളൊരു പുതിയ വെബിനാറുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. നമുക്ക് ഈ സമയം എൽഡർ തോമസ് കളപ്പുരയിലായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും ചെയ്യുന്ന പിതാവേ, അങ്ങേ ആരാധിക്കുകയും അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നാഥ, അങ്ങ് ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, ഇങ്ങനെ ഒരു അവസരം തന്നതിനെ ഓർത്തും അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾക്കുന്നവര് നാഥ അത് അങ്ങനെ തന്നെയോ എന്ന് നോക്കാനും പഠിക്കാനും അതിൻ്റെ കൺവിക്ഷൻ ഉണ്ടാകുവാനും അങ്ങയുടെ സത്യത്തിലേക്ക് വരുവാനായിട്ടും അങ്ങ് ഇടവരുത്തണമേ നാഥ. അവരുടെ സാന്നിധ്യം അങ്ങോട്ടുകൂടി ഉണ്ടായിരിക്കുകയും അതുപോലെ തന്നെ അങ്ങയുടെ വരവില്, ക്രിസ്തുവിന്റെ വരവില് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയോടുകൂടി ഒന്നിച്ച് നിത്യമായി അങ്ങയോടുകൂടി വസിക്കാനും ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ആമേൻ.